ഹലോ യെസ് സോ മക്കളെ നമ്മൾ പാർട്ട് 1 സെക്ഷൻ ഡി ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലായിട്ട് കോസ്റ്റ് എന്താണെന്നും എക്സ്പെൻസ് എന്താണെന്നും കോസ്റ്റ് ഒബ്ജക്റ്റ് എന്താണ്, കോസ്റ്റിംഗ് എന്താണ്, അതുപോലെ തന്നെ കോസ്റ്റ് ഡ്രൈവർ, അതേപോലെ തന്നെ കോസ്റ്റ് പൂൾ എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. സോ ഇതിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ തന്നെ ഒരു മെയിൻ ഹെഡിങ് കൊടുത്തോളൂ, അതിന്റെ ബാക്കിയായിട്ട് കൊടുത്താൽ മതി അല്ലേ. നിങ്ങൾ നോട്ടിൽ ഒരു മെയിൻ ഹെഡിങ് കൊടുത്തേ, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്ലാസ് വാച്ച് ചെയ്യുമ്പോൾ തന്നെ നോട്ട്സ് കൃത്യമായിട്ട് എഴുതി പോവുക. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങളും എന്താന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോവുക. നമ്മൾ ഇപ്പൊ ഇടുന്ന ഓരോ എഫോർട്ടും ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ ഇടുന്ന ഓരോ എഫോർട്ടും നമുക്ക് ഒരു ഡേ നമുക്ക് സക്സസ് ആയിട്ട് മാറുന്ന ആ ഒരു ഡേ നിങ്ങൾ ഡ്രീം ചെയ്തിട്ട് അല്ലെങ്കിൽ അത് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, എനിക്കറിയാം. നിങ്ങൾ ക്ലാസ് വാച്ച് ചെയ്യുന്നു, നോട്ട് എഴുതുന്നു, അത് പഠിക്കുന്നു. സോ ഇപ്പൊ ഈവൻ ഞാനും ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ട് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതാ ഈ ക്ലാസ്സസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് തരുന്ന സമയം എൻ്റെ വീട്ടിൽ എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്താണ്. അതായത് നമുക്ക് രാവിലെ ഓഫ്ലൈൻ ക്ലാസ്സസും അതേപോലെ തന്നെ നമ്മുടെ ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ഈ റെക്കോർഡ് ചെയ്ത് തരുന്നത്. ഓക്കെ, സോ ഞാനും ഇതേപോലെ തന്നെ നിങ്ങളെ പോലെ തന്നെ നിങ്ങളെ പാസ്സാക്കാൻ വേണ്ടി എഫോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതൊന്നും പ്രശ്നമില്ല മക്കളെ, നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് പഠിച്ച് അല്ലെ അടിപൊളിയായിട്ട് പാസ്സായാൽ മാത്രം മതി. നിങ്ങൾ ഒന്നും തരണ്ട, നിങ്ങൾ ജസ്റ്റ് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പഠിച്ച് പാസ്സായാൽ മാത്രം മതി. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ട്സും നമ്മൾ ചെയ്തു തരാം, ഒന്ന് പഠിച്ച് പാസ്സായാൽ മാത്രം മതി കേട്ടാ. സോ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് അല്ലെ ഒരു ഹെഡിങ് കൊടുക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. സോ അതിൽ തന്നെ നമുക്ക് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് പറയാനുണ്ട്. സോ ദ മെയിൻ ഹെഡിങ് കൊടുക്കും ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. ഓക്കെ, യെസ്. സോ മക്കളെ, ഇപ്പൊ നിങ്ങളെ തന്നെ പല രീതിയിൽ എനിക്ക് ക്ലാസിഫൈ ചെയ്യാം അല്ലെ. ഇപ്പൊ ബോയ്സ്, ഗേൾസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് അടിസ്ഥാനപ്പെടുത്തി, നിങ്ങളുടെ ഹൈറ്റ് അടിസ്ഥാനപ്പെടുത്തി, നിങ്ങളുടെ വെയിറ്റ് അടിസ്ഥാനപ്പെടുത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ, നിങ്ങളുടെ ലൊക്കാലിറ്റി അല്ലെ, ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ലൊക്കേഷൻ അടിസ്ഥാനപ്പെടുത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തി പല രീതിയിൽ എനിക്ക് നിങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ കോസ്റ്റിനെയും നമുക്ക് പല രീതികളിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ നിങ്ങളെ ജെൻഡർ അടിസ്ഥാനപ്പെടുത്തി ക്ലാസിഫൈ ചെയ്യാം, നിങ്ങളുടെ ഏജ് അടിസ്ഥാനപ്പെടുത്തി ക്ലാസിഫൈ ചെയ്യാം, നിങ്ങളുടെ ഹൈറ്റ് അടിസ്ഥാനപ്പെടുത്തി ക്ലാസിഫൈ ചെയ്യാം, നിങ്ങളുടെ വെയിറ്റ് അടിസ്ഥാനപ്പെടുത്തി ക്ലാസിഫൈ ചെയ്യാം, നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തി ക്ലാസിഫൈ ചെയ്യാം, നിങ്ങളുടെ ലൊക്കാലിറ്റി അടിസ്ഥാനപ്പെടുത്തി ക്ലാസിഫൈ ചെയ്യാം. പല രീതിയിൽ നിങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കോസ്റ്റിനെയും നമുക്ക് പല രീതികളിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റിൽ ഒരുപാട് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഒരുപാട് രീതികളിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സോ അതിൽ വെരി ഫസ്റ്റ് ഒന്നാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ട്രേസബിലിറ്റി. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ട്രേസബിലിറ്റി. സോ ഗിവ് എ മെയിൻ ഹെഡിങ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ട്രേസബിലിറ്റി കൊടുത്തില്ലേ. സോ ട്രേസബിലിറ്റി അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്ലാസിഫിക്കേഷൻ. അതിൽ നമ്മൾ കോസ്റ്റിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്. ഒന്ന് പറഞ്ഞേ, ഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ട്രേസബിലിറ്റി അടിസ്ഥാനപ്പെടുത്തി കോസ്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്. ഓക്കെ, സോ ഡയറക്റ്റ് കോസ്റ്റിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രൈം കോസ്റ്റ്. എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കോസ്റ്റിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രൈം കോസ്റ്റ്. ഇൻഡയറക്റ്റ് കോസ്റ്റിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഓവർഹെഡ് കോസ്റ്റ്. അപ്പൊ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആണ്, പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കോസ്റ്റ് ആണ്. സോ ദിസ് ഈസ് എ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ട്രേസബിലിറ്റി. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ട്രേസബിലിറ്റി. ഓക്കെ, സോ എന്താ ഓരോന്ന് ഞാൻ പറയാം. ട്രേസബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കോസ്റ്റുകൾ ചിലതിലോട്ട് നമുക്ക് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റും. എന്താ ട്രേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലോട്ട് മാത്രമായിട്ടുള്ളതിനെയാണ് ട്രേസ് ചെയ്യാന്ന് പറയാം. ട്രേസ് ചെയ്യാന്ന് വെച്ചാൽ അതിലോട്ട് മാത്രമായിട്ടുള്ളതിനെയാണ് നമ്മൾ അങ്ങനെയുള്ള കോസ്റ്റുകളാണ് ട്രേസബിൾ കോസ്റ്റ് എന്ന് വിളിക്കുക. കോമൺ ആയിട്ട് വരുന്ന ജനറൽ ആയിട്ട് വരുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് അഥവാ ഓവർഹെഡ് കോസ്റ്റുകൾ എന്ന് വിളിക്കുക. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. സോ ഞാനൊരു എക്സാമ്പിൾ പറയാം, ഒരു എക്സാമ്പിളൂടെ കാര്യങ്ങൾ പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണെന്ന് വെച്ചോ. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്, ഞാൻ ജസ്റ്റ് കോമൺ എക്സാമ്പിൾ എടുക്കുക, എല്ലാവർക്കും മനസ്സിലാവുന്ന ലെവലിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണെന്ന് വെച്ചോ. നിങ്ങളിപ്പോൾ നോട്ട്സ് ചെയ്തിട്ടുണ്ട്, അവിടെ പറയുന്നത് കേൾക്ക്. എന്നിട്ട് ഞാൻ ഓരോ ക്ലാസ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അടുത്ത ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ മനസ്സിലായതൊന്ന് എഴുതി വെക്കുക, അത്രയേ ഉള്ളൂ. ക്ലിയർ? അങ്ങനെയാണ് ക്ലാസ് വാച്ച് ചെയ്യേണ്ടത് കേട്ടോ. പറയുന്ന സമയത്ത് നോട്ട്സ് ചെയ്താൽ നിൽക്കരുത്, കൃത്യമായിട്ട് ക്ലാസ് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. അപ്പൊ നമ്മളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നടത്തുന്നത് വെച്ചോ. അവിടെ 3 കോഴ്സുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ CA ഉണ്ട്, SCCA ഉണ്ട്, CMA ഉണ്ട്. സപ്പോസ് 3 കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, CA, SCCA, CMA. ക്ലിയർ? അപ്പൊ CAയിൽ CAക്ക് പഠിപ്പിക്കാൻ ഒരു ടീച്ചർ ഉണ്ട്, CMAക്ക് CMA പഠിപ്പിക്കാൻ ഒരു ടീച്ചർ ഉണ്ട്, SCCAയിൽ SCCA പഠിപ്പിക്കാൻ ഒരു ടീച്ചർ ഉണ്ട്. ക്ലിയർ? അതേപോലെ തന്നെ CMAക്ക് CMAന്റെ കോഴ്സിന്റെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അതിന് ഒരു സെപ്പറേറ്റ് കോർഡിനേറ്റർ ഉണ്ട്.
അതേപോലെ തന്നെ ACCAക്ക് ഒരു സെപ്പറേറ്റ് കോർഡിനേറ്റർ ഉണ്ട്, അതേപോലെ തന്നെ CAക്കും ഒരു സെപ്പറേറ്റ് കോർഡിനേറ്റർ ഉണ്ട്. അതായത് 3 കോഴ്സുകൾക്ക് 3 സെപ്പറേറ്റ് ടീച്ചേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ 3 സെപ്പറേറ്റ് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവര് ആ കോഴ്സിലോട്ട് മാത്രം, ഇപ്പൊ CAന്റെ ടീച്ചർ CAക്ക് മാത്രമേ ക്ലാസ് എടുക്കുള്ളൂ, ACCന്റെ ടീച്ചർ ACCAക്ക് മാത്രമാണ് ക്ലാസ് എടുക്കുള്ളൂ. അപ്പോൾ തന്നെ ഓരോ ടീച്ചേഴ്സ് ഓരോന്നിന് മാത്രം, ക്ലിയർ. അതുപോലെ തന്നെ കോർഡിനേറ്റേഴ്സും ഓരോന്നിനും സെപ്പറേറ്റ് ആണ്. ഒരു കോർഡിനേറ്റർ മറ്റേ കോഴ്സിലത്തെ കാര്യങ്ങൾ നോക്കൂല. ഇപ്പൊ CMന്റെ കോർഡിനേറ്റർ CMA കുട്ടികളെയും CMന്റെ കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ, മറ്റുള്ള കോഴ്സിലെ കാര്യങ്ങളിൽ അവർ ഇൻവോൾവ്ഡ് ആവില്ല. ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഈ 3 കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കോമൺ ബിൽഡിങ്ങിലാണ്. ഒരു കോമൺ ബിൽഡിങ്ങിലാണ് 3 ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു കോമൺ ബിൽഡിങ്ങിലാണ്, ഒരു ബിൽഡിംഗ് ആണ്. അതിൽ 3 പാർട്ടീഷൻ ചെയ്തിട്ടാണ്, ഒരു കോമൺ ബിൽഡിങ്ങിനെ 3 ക്ലാസ് റൂം ആക്കി 3 പാർട്ടീഷൻ ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നത് എന്ന് വെച്ചോളൂ. ഇനി നമുക്കൊരു ബ്രാഞ്ച് ഇൻചാർജ് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഹെഡ് ഉണ്ടെന്ന് വെച്ചോ. ആ ഒരു ബ്രാഞ്ചിന് ഒരു ബ്രാഞ്ച് ഹെഡ് ഉണ്ടെന്ന് വെച്ചോ. ആ ബ്രാഞ്ച് ഹെഡ് എന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ള ഇവരെല്ലാവരും നോക്കി നടത്താൻ ഒരു ബ്രാഞ്ച് ഹെഡ് ഉണ്ട്, ക്ലിയർ? യെസ്, അങ്ങനത്തെ ഒരു ബ്രാഞ്ച് ഹെഡ് ഉണ്ടെന്ന് വെച്ചോ. അപ്പോ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ആ ബ്രാഞ്ച് ഹെഡ് എന്ന് വെച്ചാൽ എല്ലാ കോഴ്സിലെ കാര്യങ്ങളും നോക്കുന്ന എല്ലാവരും ടോട്ടൽ ഇൻചാർജ് ആയിട്ടുള്ള ഒരു ടോപ്പ് മാനേജർ, അതാണ് ബ്രാഞ്ച് ഹെഡ് എന്ന് വെച്ചോ. യെസ്, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് വെച്ചോളൂ. സോ ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് എന്താ, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്താന്ന് എക്സാമ്പിളിലൂടെ പറയാണ് അല്ലേ? സോ നമുക്ക് പറയാം. അപ്പൊ നമ്മൾ CMA എന്ന് പറയുന്ന നമ്മുടെ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്താണെന്ന് അറിയാം. എന്താ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്തിന്റെ കോസ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതിനെയല്ലേ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുക. സോ നമ്മുടെ കോസ്റ്റ് ഒബ്ജക്റ്റ് CMA ആണെന്ന് വെച്ചോ. നമ്മൾ CMA എന്ന് പറയുന്ന അതിന്റെ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. CMA എന്ന് പറയുന്ന കോസ്റ്റിന്റെ ടോട്ടൽ CMA പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് CMA എന്ന് പറയുന്ന കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ വരുന്ന കോസ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്താണ്? CMA ആണ് നമ്മുടെ കോസ്റ്റ് ഒബ്ജക്റ്റ് അല്ലെ? നമ്മുടെ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്താണ്? CMA ആണ് നമ്മുടെ കോസ്റ്റ് ഒബ്ജക്റ്റ്. എസ് പറഞ്ഞേ. യെസ്, CMA ആണ് നമ്മുടെ കോസ്റ്റ് ഒബ്ജക്റ്റ്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമ്മൾ CMന്റെ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്, CMAയുടെ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഞാൻ ഓരോ കോസ്റ്റുകൾ പറയാം, അത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കുക. സോ ഡയറക്റ്റ് എന്ന് വെച്ചാൽ എന്താ? അതിലോട്ട് മാത്രമായിട്ട് വരുന്ന, അതിൻ്റെതായിട്ട് മാത്രം വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് വിളിക്കുക. എല്ലാത്തിനും കൂടി കോമൺ ആയിട്ട് വരുന്ന, ജനറൽ ആയിട്ട് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ എന്ന് വിളിക്കുക. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അപ്പൊ ഞാൻ പറയട്ടെ, ഈ ബിൽഡിങ്ങിന്റെ റെന്റ് ഡയറക്റ്റ് CMനെ സംബന്ധിച്ച് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്ന് പറഞ്ഞേ. ഈ ബിൽഡിങ്ങിന്റെ റെന്റ് CMനെ സംബന്ധിച്ച് ഡയറക്റ്റാ ഇൻഡയറക്റ്റാ? ബിൽഡിങ്ങിന്റെ റെന്റ് ആണ് അല്ലെ? സോ ബിൽഡിങ്ങിൽ 3 കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബിൽഡിങ്ങിന് ടോട്ടൽ ഒരു റെന്റ് ആണ്, ഒരു സിംഗിൾ റെന്റ് ആണ്. സോ ബിൽഡിങ്ങിന്റെ റെന്റ് എന്ന് പറഞ്ഞാൽ CMനെ സംബന്ധിച്ച് ബിൽഡിങ്ങിന്റെ റെന്റ് എന്താണ്? ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഓവർഹെഡ് കോസ്റ്റ് ആണ്. കാരണം ആ റെന്റ് എന്നുള്ളത് CMA കോസ്റ്റിലോട്ട് മാത്രമായിട്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റില്ല, 3നും കൂടി ഉള്ളതാണ്. സോ അത് നമുക്ക് 3ലോട്ടും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. സപ്പോസ് ഒരു റെന്റ് വരുന്നത് ഒരു 30,000 ആണ് റെന്റ് എന്ന് വെച്ചോ. 3 കോഴ്സുകൾ ഉണ്ട്. അപ്പൊ അല്ലെ, ഈക്വൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്, ഈക്വൽ സ്പേസ് ആണെന്നൊക്കെ വെച്ചോ. അപ്പൊ നമുക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അല്ലെ, 30,000 ഡിവൈഡ് ബൈ 3. സോ ഓരോന്നിലോട്ടും ഒരു 10,000 വെച്ചിട്ട് കൊടുക്കാം. സോ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കാം. പക്ഷെ ഒന്നിലോട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിലോട്ട് മാത്രമായിട്ട് വരുന്നതാണോ റെന്റ്? അല്ല. അപ്പൊ റെന്റ് എന്നുള്ളത് എന്ത് കോസ്റ്റ് ആണ് മോനെ? CMനെ സംബന്ധിച്ച് ഈ നമ്മൾ എക്സാമ്പിൾ എടുത്തതിൽ CMനെ സംബന്ധിച്ച് എന്താണ്? ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്, അത് ഓവർഹെഡ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അതേപോലെ തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് അല്ലെ എക്സാമ്പിളിലൂടെ കാര്യങ്ങൾ ഒന്നും കൂടി നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ നമുക്ക് അതുപോലെ തന്നെ CMA സ്റ്റുഡൻസിന് കൊടുക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ CMA സ്റ്റുഡൻസിന് കൊടുക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ എന്ന് നോക്കിയേ. ഓരോ കോഴ്സിനും അല്ലെ ഡിഫറെന്റ് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഓരോന്നിന്റെ സ്റ്റഡി മെറ്റീരിയൽസും ഡിഫറെന്റ് ഉണ്ടാവും. അപ്പൊ CMA സ്റ്റുഡൻസിന് കൊടുക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ CMനെ സംബന്ധിച്ച് എന്താണ്? ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? അത് ഡയറക്റ്റ് കോസ്റ്റ് ആണ്. കാരണം CMAയുടെ സ്റ്റഡി മെറ്റീരിയൽ CMA ക്ലാസ്സിൽ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ CMA സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാക്കാൻ നമ്മുടെ ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്രത്തോളം കോസ്റ്റ് വന്നിട്ടുണ്ടോ അത് CMAയിലോട്ട് ഡയറക്റ്റ്ലി ചാർജ് ചെയ്യുന്ന കോസ്റ്റ് ആണ്. കാരണം CMAയിലോട്ട് മാത്രമായിട്ട് വരുന്ന കോസ്റ്റ് ആണ് CMAയുടെ സ്റ്റഡി മെറ്റീരിയൽ. ടോട്ടൽ സ്റ്റഡി മെറ്റീരിയൽ അല്ല, CMA കോഴ്സിന്റെ സ്റ്റഡി മെറ്റീരിയൽ CMനെ സംബന്ധിച്ച് എന്താണ്? ഡയറക്റ്റ് കോസ്റ്റ് ആണ്. ക്ലിയർ? ഇലക്ട്രിസിറ്റി ബില്ലോ, നമ്മുടെ ആ ബിൽഡിങ്ങിന് ഒറ്റ സിംഗിൾ ഇലക്ട്രിസിറ്റി ബില്ലാണ്. ഇലക്ട്രിസിറ്റി ബില്ല് വന്നു, നിങ്ങൾ പറഞ്ഞേ അത് CMനെ സംബന്ധിച്ച് ഡയറക്റ്റാ ഇൻഡയറക്റ്റാ? നിങ്ങൾ എങ്ങനെ പറഞ്ഞോ? CMനെ സംബന്ധിച്ച് ഡയറക്റ്റാ ഇൻഡയറക്റ്റാ? യെസ്, നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം, ഇൻഡയറക്റ്റ് ആണ്. കാരണം എന്താ? അത് ഇലക്ട്രിസിറ്റി നമുക്ക് കോമൺ ഒരു സിംഗിൾ ബില്ലാ വരിക. അതിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം, 3ലോട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഈ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യാന്ന് പറയാം. ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് അലോക്കേറ്റ് ചെയ്യാന്ന് പറയാം. അപ്പൊ CMനെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ബില്ല് CMനെ സംബന്ധിച്ച് എന്താണ്? ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഓക്കെ, ഇനി CMക്ക് ക്ലാസ് എടുക്കുന്ന സ്റ്റാഫിന് അല്ലെങ്കിൽ CMക്ക് ക്ലാസ് എടുക്കുന്ന ടീച്ചർക്ക് നമ്മൾ സാലറി കൊടുക്കണ്ടേ?
അതെന്തായിരിക്കും എന്ന് പറഞ്ഞേ. CMA ക്ലാസ് എടുക്കുന്ന ടീച്ചർക്ക് നമ്മൾ സാലറി കൊടുക്കണം. അത് CMA സംബന്ധിച്ച് എന്താണ്, ഡയറക്റ്റ് കോസ്റ്റ് ആണ്. കാരണം നമ്മൾ തുടക്കത്തിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, CMA ക്ലാസ് എടുക്കുന്ന സാറ് CMA മാത്രമാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ CMA ക്ലാസ് എടുക്കുന്ന സാറിന് നമ്മൾ കൊടുക്കുന്ന സാലറി CMA കോഴ്സിനെ സംബന്ധിച്ച് എന്താണ്, അതിലോട്ട് മാത്രമായിട്ട് നമ്മൾ കൊടുക്കുക അല്ലെ, അതിലോട്ട് മാത്രമായിട്ട് നമ്മൾ CMA ക്ലാസ് എടുക്കുന്ന സാറിന് ഒരു മാസം ഒരു 1 lakh സാലറി കൊടുത്തു എന്ന് വെച്ചോ. അപ്പൊ 1 lakh ഏതിലോട്ട് മാത്രമാണ്, ഏതിൻ്റെത് മാത്രമാണ്, ആ 1 lakh ഏതിൻ്റെത് മാത്ര, CMA ക്ലാസ് എടുക്കുന്ന സാറിന് നമ്മൾ ഒരു മാസം 1 lakh സാലറി കൊടുത്തു എന്ന് വെച്ചോളൂ. അപ്പൊ 1 lakh ഏതിലോട്ട് മാത്രം, അല്ലെങ്കിൽ ഏത് കോസ്റ്റ് മാത്രമാണ്, CMA എന്ന് പറയുന്ന കോസ്റ്റ് മാത്രമായിട്ടാണ് 1 lakh. അപ്പൊ 1 lakh നമ്മൾ ഏതാണ് പറ, അത് CMA സംബന്ധിച്ച് ഡയറക്റ്റ് കോസ്റ്റ് ആണ്, അഥവാ പ്രൈം കോസ്റ്റ് ആണ്. ക്ലിയർ. നേരെ മറിച്ച് ബ്രാഞ്ച് ഹെഡ് ഉണ്ടല്ലോ, ആ ബ്രാഞ്ചിലെ ടോട്ടൽ ഇൻചാർജ് ആയിട്ട് നിൽക്കുന്ന ബ്രാഞ്ച് ഹെഡിന് ഫോർ എക്സാമ്പിൾ ഒരു 5 lakh സാലറി ഉണ്ടെന്ന് വെച്ചോ, ഒരു മാസം ഒരു 5 lakh സാലറി ഉണ്ടെന്ന് വെച്ചോ. സോ ആ 5 lakh സാലറി CMAയിലോട്ട് മാത്രമായിട്ടുള്ളതാണോ, അല്ലെങ്കിൽ CMA കോഴ്സിന്റെ മാത്രമാണോ 5 lakh? അല്ല, അത് കോമൺ ആയിട്ടുള്ളതാണ് അല്ലെ. നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും, ഓരോന്നിലോട്ട് നമുക്ക് പല രീതിയിൽ ഡിവൈഡ് ചെയ്യാം, പല ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ അടിസ്ഥാനപ്പെടുത്തി ഡിവൈഡ് ചെയ്യാം, പല രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എനിവേ അതെന്താണ്, ആ CMA മീൻസ് ആ ബ്രാഞ്ച് ഹെഡിന്റെ സാലറി CMA സംബന്ധിച്ച് എന്താണ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. ക്ലിയർ. ഇനി CMA കോർഡിനേറ്റർ ഉണ്ടല്ലോ, കോർഡിനേറ്റർ CMA കുട്ടികളെ മാത്രം നോക്കുന്ന ആളാണ് അല്ലെ. അപ്പൊ CMA കോർഡിനേറ്റർക്ക് നമ്മൾ കൊടുക്കുന്ന സാലറി CMA കോഴ്സിനെ സംബന്ധിച്ച് ഡയറക്റ്റാ ഇൻഡയറക്റ്റാ, അത് ഡയറക്റ്റ് കോസ്റ്റ് ആണ്. കാരണം എന്താ, അത് ആ കോർഡിനേറ്റർ CMA കാര്യം മാത്രം നോക്കുന്ന ഒരാളാണ്. നേരെ മറിച്ച് ആ കോർഡിനേറ്റർ എല്ലാ കോഴ്സും കൂടി മാനേജ് ചെയ്യുന്ന ഒരു കോർഡിനേറ്റർ ആണെങ്കിൽ ആ കോർഡിനേറ്റർക്ക് കൊടുക്കുന്ന സാലറി എന്താകും, ഇൻഡയറക്റ്റ് ആവും. ഇവിടെ എന്റെ എക്സാമ്പിളിൽ ആ കോർഡിനേറ്റർ CMA എന്ന് പറയുന്ന കോഴ്സിന്റെ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുന്ന ഫുൾ പൈസയും ഏതിലോട്ട് മാത്രമാണ് നമ്മൾ ചാർജ് ചെയ്യുക, CMA എന്ന് പറയുന്ന കോഴ്സിന്റെ കോസ്റ്റ് മാത്രമായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഡയറക്റ്റ് എന്താ ഇൻഡയറക്റ്റ് എന്താ ഏകദേശം ഒരു ഐഡിയ കിട്ടിയ. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഈസിലി നമുക്ക് അതിലോട്ട് മാത്രമായിട്ട് വരുന്ന, അല്ലെങ്കിൽ അതിലോട്ട് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റുന്ന, അതിൻ്റെതായിട്ട് മാത്രമായിട്ട് വരുന്ന ട്രേസബിൾ, ഈസിലി ട്രേസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് ആണ് ട്രേസബിൾ ഡയറക്റ്റ് കോസ്റ്റ് അല്ലെ. കോമൺ ആയിട്ട് വരുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻഡയറക്റ്റ് കോസ്റ്റ് അഥവാ ഓവർഹെഡ് എന്ന് വിളിക്കുക. അപ്പൊ ഏതാ നമ്മൾ ഡയറക്ട്ലി നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് ഏതാണ്, ഡയറക്റ്റ് കോസ്റ്റ്. ക്ലിയർ. ട്രേസ് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കോസ്റ്റ് ഏതാണ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. ക്ലിയർ. അപ്പൊ നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് അഥവാ പ്രൈം കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞേ. ഡയറക്റ്റ് കോസ്റ്റ് അഥവാ പ്രൈം കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അലോക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേസ് ചെയ്യാൻ പറ്റും. ഇൻഡയറക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഓവർഹെഡ് കോസ്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുക, അലോക്കേറ്റ് ചെയ്യുക. കാരണം അത് ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, ട്രേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഹെഡിങ് കൊടുത്തിട്ടുണ്ടാകും, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ട്രേസബിലിറ്റി ഹെഡിങ് കൊടുത്തിട്ടുണ്ടാവണം. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതുക, ഡയറക്റ്റ് കോസ്റ്റ് ഇൻഡയറക്റ്റ് കോസ്റ്റ് കേട്ടോ, അതിന്റെ കാര്യങ്ങൾ എഴുതി വെക്കാം. ഓക്കെ, യെസ്. സോ ഒന്ന് നോക്കിക്കേ, ഡയറക്റ്റ് കോസ്റ്റ് അണ്ടർ ഇങ്ങനെ ബോക്സ് ആക്കി എഴുതണമെന്നൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആക്കി എഴുതി കൊടുത്താൽ മതി. ഡയറക്റ്റ് കോസ്റ്റ്, പ്രൈം കോസ്റ്റ് എന്ന് എഴുതിയിട്ട് ഓരോ പോയിന്റ് ആക്കി എഴുതി മതി. ആ 3 വായിച്ചു നോക്കാം. ഫസ്റ്റ് ഡയറക്റ്റ് കോസ്റ്റ് അഥവാ പ്രൈം കോസ്റ്റ് അല്ലെ, ഇറ്റ് ഇസ് എ കോസ്റ്റ് ദാറ്റ് ക്യാൻ ബി ഡയറക്ട്ലി ട്രേസ്ഡ് ടു ദ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞേ. കോസ്റ്റ് that can be directly traced, directly നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന, ഡയറക്ട്ലി നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന ടു ദ കോസ്റ്റ് ഒബ്ജക്റ്റ്. എന്താ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ, നമ്മൾ എന്തിന്റെ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത് അതിനെയാണ് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുക. അത് ഇനി പ്രൊഡക്റ്റ് ആവാം, സർവീസ് ആവാം, എന്തുമാവാം. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഇനി അത് നമുക്ക് ഡയറക്ട്ലി ട്രേസ് ചെയ്യാൻ പറ്റും, അത് നമുക്ക് അല്ലെ ക്യാൻ ബി ട്രേസ്ഡ്, ട്രേസ് ചെയ്യാൻ പറ്റും, ട്രേസബിൾ ആയിട്ടുള്ള കോസ്റ്റ് ആണ് അല്ലെ. യെസ്. ഇനി നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റാത്ത അല്ലെ, കനോട്ട് ബി ഡയറക്ട്ലി ട്രേസ്ഡ് എന്ന് പറഞ്ഞാൽ ട്രേസ് ചെയ്യാൻ പറ്റാത്ത അല്ലെ കോസ്റ്റുകളാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് അഥവാ ഓവർഹെഡ് എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനത്തെ കോസ്റ്റുകൾ നമ്മൾ എന്താണ് ചെയ്യുക, അലോക്കേറ്റ് ചെയ്യാണ് ചെയ്യുക. ഏതിലോട്ട്, കോസ്റ്റ് ഒബ്ജക്റ്റിലോട്ട്. അപ്പൊ നമ്മൾ എന്തിന്റെ കോസ്റ്റ് ആണോ കണ്ടുപിടിക്കുന്നത് അതിനെ സംബന്ധിച്ചിരിക്കും കേട്ടോ, എന്തിന്റെ കോസ്റ്റ് ആണോ കണ്ടുപിടിക്കുന്നത് അതിനെ സംബന്ധിച്ചിരിക്കും ഡയറക്റ്റും ഇൻഡയറക്റ്റും. ക്ലിയർ. സോ എന്ന് പറഞ്ഞേ, എന്തിന്റെ കോസ്റ്റ് ആണോ കണ്ടുപിടിക്കുന്നത് അതിനെ സംബന്ധിച്ചിരിക്കും. ക്ലിയർ. യെസ്. ഇനി ഫോർ എക്സാമ്പിൾ നോക്കിയേ, നമുക്ക് അല്ലെ പല രീതിയിൽ ഇപ്പൊ നമ്മുടെ തൊട്ട് മുന്നേ എക്സാമ്പിൾ തന്നെ എടുക്കാം. അതിന് നമ്മൾ CMA കോസ്റ്റിന്റെ കോസ്റ്റാണ് കണ്ടുപിടിക്കുന്നത് അല്ലെ. ഇനി നമ്മൾ CMA കോസ്റ്റിന്റെ കോസ്റ്റ് അല്ല, ഓരോ സ്റ്റുഡന്റിന്റെ കോസ്റ്റുമാണ് കണ്ടുപിടിക്കുന്നത് വെച്ചോ, ഓരോ സ്റ്റുഡന്റിനും. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് CMA ക്ലാസ്സിൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഓരോ സ്റ്റുഡന്റിന്റെ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ സ്റ്റുഡന്റിന് നമുക്ക് എത്രത്തോളം കോസ്റ്റ് വരും എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാൻ നോക്കിയാൽ അങ്ങനത്തെ കേസ് ആണെങ്കിൽ ആ കേസിൽ നോക്കിക്കുക. അപ്പൊ നമ്മൾ ഇത് മാറി, നേരത്തെ CMA എന്ന് പറയുന്ന കോഴ്സിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ കോസ്റ്റ് ഒബ്ജക്റ്റ് CMA എന്ന് പറയുന്ന കോഴ്സ് ആയിരുന്നു നമ്മുടെ കോസ്റ്റ് ഒബ്ജക്റ്റ്. ഇവിടെ നമ്മൾ ഒരു സ്റ്റുഡന്റിന്റെ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്, ഓരോ സ്റ്റുഡന്റിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മുടെ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്താണ്, ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡന്റ് ആണ് നമ്മുടെ കോസ്റ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോ CMAയിൽ വരുന്ന ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡന്റ് ആണ് നമ്മുടെ കോസ്റ്റ് ഒബ്ജക്റ്റ്. അപ്പൊ നിങ്ങൾ പറഞ്ഞേ, CMAക്ക് ക്ലാസ് എടുക്കുന്ന സാലറി, സ്റ്റാഫ് മീൻസ് ടീച്ചറുടെ സാലറി, CMAക്ക് ക്ലാസ് എടുക്കുന്ന
ടീച്ചറുടെ സാലറി ഇപ്പൊ എന്തായി ഓരോ സ്റ്റുഡന്റിന്റെ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്താ അപ്പൊ ഓരോ സ്റ്റുഡന്റിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്താണ് CMA ക്ലാസ് എടുക്കുന്ന സാറ് അല്ലെങ്കിൽ ടീച്ചർ കോമൺ ആയിട്ട് ക്ലാസ് ആണ് എടുക്കുക. ഓരോ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് അല്ലല്ലോ എടുക്കുക, കോമൺ ആയിട്ടാണ് എടുക്കുക. അപ്പൊ നമ്മൾ CMA കോഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് ഡയറക്റ്റ് കോസ്റ്റ് ആണ്. പക്ഷെ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് എന്താണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. കാരണം എന്താ അത് ഓരോ ഇൻഡിവിജ്വൽ ഇവൻ അല്ലെ സാറ് കോമൺ ആയിട്ടല്ലേ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അത് എന്താണ് ഒരു കോമൺ ആയിട്ട് വരുന്ന കോസ്റ്റ് ആണ്. അപ്പൊ അത് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. ക്ലിയർ? അപ്പൊ എന്തിന്റെ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ ഓൾ ഓഫ് യു? യെസ്. സോ അതേപോലെ തന്നെ അപ്പൊ സ്റ്റഡി മെറ്റീരിയൽ സാറേ, സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വലി അല്ലേ എല്ലാ കുട്ടികൾക്കും സ്റ്റഡി മെറ്റീരിയൽസ് കൊടുക്കുമല്ലോ. അപ്പൊ അത് ഓരോ കുട്ടിക്കും ഇത്ര എന്നുള്ള അല്ലെ. ഫോർ എക്സാമ്പിൾ ഒരു $2000 സ്റ്റഡി മെറ്റീരിയൽ, ജസ്റ്റ് നമ്മൾ ഡോളറിലാണ് എല്ലാം പറയട്ടോ. അപ്പൊ $2000 അല്ലെങ്കിൽ $1000 സ്റ്റഡി മെറ്റീരിയൽ ഫോർ എക്സാമ്പിൾ എല്ലാവർക്കും $1000 സ്റ്റഡി മെറ്റീരിയൽ ഓരോ സ്റ്റുഡന്റ്. അപ്പൊ അത് സ്റ്റഡി മെറ്റീരിയൽ ഓരോ സ്റ്റുഡന്റിന് ഇത്ര നമുക്ക് കറക്റ്റ് അല്ലെ കണക്കുണ്ട് അല്ലെ കറക്റ്റ് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റുഡന്റിന് ഇത്ര അത് ഒരാളുടെ സ്റ്റഡി മെറ്റീരിയൽ മറ്റൊരാൾക്ക് ഒരിക്കലും കൊടുക്കില്ലല്ലോ. ഓരോരുത്തർക്കും സെപ്പറേറ്റ് സ്റ്റഡി മെറ്റീരിയൽ അല്ലേ. അപ്പൊ സ്റ്റഡി മെറ്റീരിയലിനെ സംബന്ധിച്ച് സ്റ്റഡി മെറ്റീരിയലിന്റെ കോസ്റ്റ് അല്ലെ ഓരോ സ്റ്റുഡന്റിനെ സംബന്ധിച്ച് എന്താണ് ഡയറക്റ്റ് കോസ്റ്റ് ആണ്. ക്ലിയർ? റെന്റ്, ഇലക്ട്രിസിറ്റി അതൊക്കെ എന്താണ് ആ സ്റ്റുഡന്റിനെ സംബന്ധിച്ച് എന്താണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. കാരണം അത് റെന്റ്, ഇലക്ട്രിസിറ്റി ഒക്കെ എല്ലാവർക്കും കൂടി അല്ലേ അവനക്ക് മാത്രമായിട്ടില്ലല്ലോ. സ്റ്റഡി മെറ്റീരിയൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, പക്ഷെ അവൻക്ക് കൊടുക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ ഇത്ര എന്നുള്ള കണക്കുണ്ടാകും. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു 30 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. ഓരോ സ്റ്റുഡൻസിനും ഒരു $1000 ആണ് വരുന്നത്. അപ്പൊ ഓരോ സ്റ്റുഡന്റിനും $1000 എന്നുള്ള കറക്റ്റ് കണക്കുണ്ട്. അപ്പൊ ഓരോ സ്റ്റുഡന്റിനും $1000 അല്ലെ എന്ന് കറക്റ്റ് കണക്കുണ്ട്. നമ്മൾ വീതിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലിയർ? യെസ്. അപ്പൊ അതെന്തായി അത് ഡയറക്റ്റ് കോസ്റ്റ് ആയി ആ സ്റ്റുഡന്റിനെ സംബന്ധിച്ച്. ക്ലിയർ അല്ലേ? യെസ്. സോ നമ്മൾ എന്തിന്റെ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ എവരിബഡി? അപ്പൊ ഡയറക്റ്റ് കോസ്റ്റ് എന്താ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്താണെന്ന് മനസ്സിലായി. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ അതിലോട്ട് നമുക്ക് ആ ഒരു കോസ്റ്റ് ഒബ്ജക്റ്റിലോട്ട് നമുക്ക് ഡയറക്ട്ലി ട്രേസ് ചെയ്യാൻ പറ്റും. ഡയറക്ട്ലി നമുക്ക് ട്രേസ് ചെയ്തിട്ട് പറയാൻ പറ്റുന്ന കോസ്റ്റ് ആണ് ഡയറക്റ്റ് കോസ്റ്റ് അഥവാ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് കോസ്റ്റ് അഥവാ ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി ട്രേസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത കോസ്റ്റ് ആണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. കോമൺ ആയിട്ട് വരുന്ന കോസ്റ്റ് ആണ് ഓവർഹെഡ് കോസ്റ്റ്. അപ്പൊ നമ്മൾ അതിന് എന്താ ചെയ്യുക? അലോക്കേറ്റ് ആണ് ചെയ്യുക. ഇസ് ഇറ്റ് ക്ലിയർ ഓൾ ഓഫ് യു? ഈ പറഞ്ഞത് ക്ലിയർ ആണോ? യെസ്. ഓക്കെ. ഇനി ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ആണെങ്കിൽ അല്ലെ ഒരു നന്നായി ശ്രദ്ധിക്കുക. ഇതിപ്പോ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടാകും. ഇനി അടുത്ത കാര്യങ്ങൾ പറയാം. മീൻസ് അടുത്ത ക്ലാസിഫിക്കേഷനിലോട്ട് പോകുന്നതിന് മുന്നേ കുറച്ചും കൂടി കാര്യങ്ങൾ എക്സ്ട്രാ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആകും. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ആണെങ്കിൽ സാധാരണ നമ്മൾ കോസ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കൽ ഓരോ പ്രൊഡക്റ്റ് ആയിരിക്കും. സാധാരണ കോസ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കൽ എന്താണ്? ഓരോ ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. സോ ഓരോ ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു പാൻ ഉണ്ടാക്കുന്ന കമ്പനി ആണെങ്കിൽ ഈ ഓരോ പാൻ ആയിരിക്കും എന്റെ കോസ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരിക നോർമൽ കേസിൽ. കാരണം സാധാരണ നമുക്ക് പ്രൊഡക്റ്റിന്റെ കോസ്റ്റിലേ കണ്ടുപിടിക്കേണ്ടി വരിക. എന്തും നമുക്ക് കോസ്റ്റ് ഒബ്ജക്റ്റ് ആക്കി എടുക്കട്ടോ. സോ ഞാനിപ്പോൾ എന്റെ എക്സാമ്പിൾ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റിനെയാണ് ഞാൻ എന്താക്കി എടുക്കുന്നത്? മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റിനെയാണ് ഞാൻ എന്റെ കോസ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ആ ഒരു കേസിൽ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ എന്തെല്ലാം വരും? മെറ്റീരിയൽസ് വരും. ഈ മെറ്റീരിയൽസിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയലും ഉണ്ട്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസും ഉണ്ട്. എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഇപ്പൊ തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കട്ടെ. എല്ലാം ഞാനിപ്പോ ഒന്നിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ബേസ് എല്ലാ കൺസെപ്റ്റ് സെറ്റ് ആവണം. മെറ്റീരിയൽസിൽ തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽസും ഉണ്ട്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസും ഉണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്ട്ലി ഇത്ര എന്ന് കണക്കൂട്ടി പറയാൻ പറ്റുന്ന ഈസിലി പറയാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് ഡയറക്റ്റ് മെറ്റീരിയൽസ്. അങ്ങനെ ഈസിലി കണക്കൂട്ടി പറയാൻ പറ്റാത്ത മെറ്റീരിയൽസ് ഉണ്ടാകും അല്ലെ, ജനറൽ ആയിട്ട് വരുന്ന മെറ്റീരിയൽസ്, അതാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. ലേബറിലും എന്തുണ്ട്? ഡയറക്റ്റ് ലേബറും ഉണ്ട്, ഇൻഡയറക്റ്റ് ലേബറും ഉണ്ട്. ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. സപ്പോസ് നമ്മളൊരു ടാബിൾ ഉണ്ടാക്കുന്ന ബിസിനസ് ആണെന്ന് വെച്ചോ. നമുക്ക് എളുപ്പത്തിൽ ഒരു സിമ്പിൾ പ്രൊഡക്റ്റ് ആക്കി എടുക്കാം. അതുകൊണ്ടാണ് ടാബിൾ ഉദ്ദേശിക്കുന്നത്. ടാബിൾ ഒരു 4 ലെഗ് ഉള്ള ഒരു ടാബിൾ ടോപ്പും ഒരു 4 ലെഗും ഉള്ള ടാബിൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു ബിസിനസ് ആണെന്ന് വെച്ചോളൂ. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് എന്തെല്ലാം കോസ്റ്റുകൾ വരും? ഒരു ടാബിൾ ഉണ്ടാക്കി വെക്കുന്ന ബിസിനസ് ആണ്. നിങ്ങളെ ചിന്തിക്കുക, ഒരു ടാബിൾ ഉണ്ടാക്കി വെക്കുന്ന ബിസിനസ് ആണ്. നമ്മൾ ടാബിൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു ബിസിനസ് ആണ്. എന്തെല്ലാം കോസ്റ്റ് വരും? വുഡ് വരും. പിന്നെ വുഡാണ് മെയിൻ മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത്. പിന്നെ ചിലപ്പോൾ ആണി, ഗമ്മൊക്കെ വേണ്ടി വരും അല്ലെ, പശ, അതുപോലെ തന്നെ ആണി ഒക്കെ വേണ്ടി വരും. എന്തെങ്കിലും പൊട്ടിപ്പോയാലൊക്കെ നമുക്ക് അടിക്കാനും ചിലപ്പോൾ നമ്മൾ ജോയിന്റ് ഒക്കെ റെഡി ആക്കാനൊക്കെ ഗമ്മൊക്കെ യൂസ് ചെയ്യേണ്ടി വരും അല്ലെ. പിന്നെ നമുക്ക് പോളിഷിംഗ് പേപ്പർ വേണ്ടി വരും, പെയിന്റ് വേണ്ടി വരും അല്ലെ. അല്ലെങ്കിൽ പെയിന്റ് ജസ്റ്റ് പോളിഷ് ചെയ്യുന്നേ ഉള്ളൂ, പെയിന്റ് ഇല്ലാന്ന് വെച്ചോ അല്ലെ. ഓവർ പെയിന്റ് ഒന്നും അടിക്കുന്നില്ല, കളർഫുൾ ഒന്നും ആക്കുന്നില്ല, ജസ്റ്റ് ഒരു ടാബിൾ ജസ്റ്റ് പോളിഷ് ചെയ്യുന്നുണ്ട്. പോളിഷിംഗ് പേപ്പർ വേണ്ടി വരും. പിന്നെ കാർപ്പൻറ്റർ വേണം അല്ലെ, അത് ഉണ്ടാക്കണമെങ്കിൽ ആശേരി അല്ലെങ്കിൽ കാർപ്പൻറ്റർ വേണം, അവനക്ക് പൈസ കൊടുക്കണം അല്ലെ. യെസ്. പിന്നെ നമുക്ക് ഈ ലാബേഴ്സിനൊക്കെ നോക്കി നടത്താൻ നമ്മളൊരു സൂപ്പർവൈസർ വെച്ചിട്ടുണ്ട്. ഒരു സൂപ്പർവൈസർ വെച്ചിട്ടുണ്ട്. കാരണം ലാബർ പണിയെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാൻ ഒരു സൂപ്പർവൈസർ വെച്ചിട്ടുണ്ട്.
പിന്നെ അത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു സ്പേസ് ഒരു സ്പേസ് വേണം അല്ലെ. സാധാരണ മാനുഫാക്ചറിങ് നടക്കൽ ഫാക്ടറിയിലാണ്. സോ അതൊരു സ്പേസ് വേണം അല്ലെ. അപ്പൊ റെന്റ് വരും, അതിന്റെ റെന്റ് വരും. പിന്നെ നമുക്കറിയാം നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അല്ലെ. കാരണം നമുക്കറിയാം അവിടെ നമ്മൾ ഫാൻ ലൈറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇലക്ട്രിസിറ്റി ബില്ല് വരും. അതേപോലെ തന്നെ പല മെഷീൻസ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അത് നമ്മൾ ഈ വുഡൊക്കെ കട്ട് ചെയ്യാനൊക്കെ മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ടാകും. അപ്പൊ അതിന്റെ ഇലക്ട്രിസിറ്റി ബില്ല് എന്തായാലും വരും. പിന്നെ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം മെഷീൻസിന് ഡിപ്രീസിയേഷൻ വരും അല്ലെ. എന്താ ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞേ. ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ നമുക്ക് അറിയുന്നതാണ്. ഇപ്പൊ മെഷീൻസ് ആണെങ്കിലും മറ്റുള്ള വെഹിക്കിൾസ് ആവട്ടെ എന്തും ആവട്ടെ ഉപയോഗിക്കുന്നതോടെ അതിന്റെ വാല്യൂ കുറഞ്ഞു വരും. സോ ആ വാല്യൂ കുറയുന്നതിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുക. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ ടൈമിംഗ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഒരു എ സി, നിങ്ങളൊരു വീട്ടിലോട്ട് ഒരു എ സി വാങ്ങുന്നു. കുറെ കാലത്തേക്ക് ആണ് എ സി വാങ്ങുക. 5 കൊല്ലം 10 കൊല്ലത്തേക്കൊക്കെയാണ് എ സി വാങ്ങുക. അപ്പൊ നിങ്ങൾ എ സി വാങ്ങുമ്പോൾ ഓരോ കൊല്ലം ഉപയോഗിച്ചിട്ട് അവസാനം എ സിയുടെ കംപ്ലീറ്റ് ആയി നമ്മൾ വിൽക്കും അല്ലെ. അല്ലെങ്കിൽ അല്ലെ ലൈഫ് ടൈം ഒന്നും ഒരു എ സി നിൽക്കൂല അല്ലെ. കുറെ കാലം കഴിഞ്ഞാൽ അത് യൂസ്ലെസ് ആയിട്ട് മാറും. അപ്പൊ എനിവേ നമ്മൾ യൂസ് ചെയ്യുന്നോളം അതിന്റെ വാല്യൂ കുറഞ്ഞു വരികയാണ്. ആ കുറയുന്ന വാല്യൂനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിപ്രീസിയേഷൻ. ഓക്കെ, സോ അതൊക്കെ നമ്മുടെ കോസ്റ്റ് തന്നെയാണ് ഡിപ്രീസിയേഷൻ അല്ലെ. ഫോർ എക്സാമ്പിൾ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ ഞാനൊരു മെഷീൻ വാങ്ങി അല്ലെ. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഒരു മെഷീൻ വാങ്ങി 50,000 രൂപയാണ് മെഷീൻ വന്നത്. ക്ലിയർ. സപ്പോസ് ആ മെഷീൻ ഒരു 5 years ആണ് ഞാൻ യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഒരു 5 years ആണ് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. $50,000 ഒരു 5 years ആണ് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഇയറിലും നമുക്ക് എത്ര ഓൺ ഇയറിൽ നമുക്ക് സപ്പോസ് ഈക്വൽ ആയിട്ട് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയും. ഈക്വൽ ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നതിനാണ് പല രീതിയിൽ നമുക്ക് ഡിപ്രീസിയേഷൻ ചെയ്യാം. ഇവിടെ ഈക്വൽ ആയിട്ട് ചെയ്യുന്നതിനെയാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് എന്ന് വിളിക്കുക. അപ്പോൾ 50,000 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ ഓരോ ഇയറിലും നമ്മൾ ഒരു 10,000 വെച്ചിട്ട് എന്ത് ചെയ്യും, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഫസ്റ്റ് ഇയറിൽ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് 10,000, സെക്കൻഡ് ഇയറിൽ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് 10,000 അല്ലെ. തേർഡ് ഇയറിൽ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് 10,000, ഫോർത്ത് ഇയറിൽ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് 10,000, ഫിഫ്ത്ത് ഇയറിൽ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് 10,000. അങ്ങനെ ഓരോ ഇയറിലെ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് കാണിക്കും. കാരണം 5 yearsോളം ഏകദേശം അതിന്റെ വാല്യൂ ഇല്ലാതാവും, അല്ലെങ്കിൽ അതിന്റെ ലൈഫ് ഏകദേശം തീരും. ഓക്കെ, അപ്പൊ 50,000 എന്നുള്ളത് ചെലവാക്കുന്നത് ഒരു വർഷത്തേക്കാണോ 5 വർഷത്തേക്കാണോ? അപ്പൊ $50,000 ഞാൻ ചെലവാക്കിയത് ഒരു വർഷത്തേക്കാണോ അതോ ഫോർ 5 yearsലോട്ടാണോ? $50,000 ഞാൻ ചെലവാക്കിയത് ഫോർ ദ നെക്സ്റ്റ് 5 yearsലോട്ടല്ലേ. അപ്പൊ അതിന്റെ എക്സ്പെൻസ് നമ്മൾ കാണിക്കേണ്ടത് 50,000 രൂപ കൊടുത്തിട്ട് ഇന്ന് മെഷീൻ വാങ്ങി. അപ്പൊ 50,000 ഫുള്ളി ഇന്നത്തെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസി പ്രകാരം ശരിയല്ല. കാരണം ഈ 50,000 നമ്മൾ ചെലവഴിക്കുന്നത് ഫോർ ദ നെക്സ്റ്റ് 5 years ആണ്. ആ ഒരു മെഷീനിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് 5 years ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ആ എക്സ്പെൻസ് നമ്മൾ കാണിക്കേണ്ടത് നെക്സ്റ്റ് 5 yearsകളിലായിട്ടാണ്. അപ്പൊ 50,000 നമ്മൾ ഇന്ന് നമ്മുടെ കയ്യിൽ നിന്ന് 50,000 പോയിട്ടുണ്ടെങ്കിൽ പോലും എക്സ്പെൻസ് കാണിക്കൽ ഇന്ന് ഫുൾ അല്ലെ. ഇന്ന് ഫുൾ 50,000 എക്സ്പെൻസ് ആയിട്ട് കാണിക്കൂല. പൈസ 50,000 പോയിട്ടുണ്ട്, അത് കറക്റ്റ് ആണ്. പക്ഷെ എക്സ്പെൻസ് കാണിക്കുമ്പോൾ നമ്മൾ 5 വർഷങ്ങളിലായിട്ടാണ് കാണിക്കുക. ഓരോ ഇയറിലും 10,000 വെച്ചിട്ട് കാണിക്കും. ആ 10,000 വെച്ച് കാണിക്കുന്നതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുക. സപ്പോസ് അത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഈ ഡിപ്രീസിയേഷൻ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞേ ഉള്ളൂ. ഇനി നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ടൈമിംഗ് ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ അതിൽ വാങ്ങിയ അസറ്റിന്റെ വില, അതായത് മെഷീൻസ് വെഹിക്കിൾസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ വില അങ്ങനെ ഓരോ ഇയറിൽ കുറഞ്ഞു വരും. ആ കുറഞ്ഞു വരുന്നതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഒരു എമൗണ്ട് കണക്ക് കൂട്ടിയിട്ട് അതിന്റെ എമൗണ്ട് കുറക്കും നമ്മൾ. ഓക്കെ, അതിനാണ് ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുക. അപ്പൊ അതൊരു എക്സ്പെൻസ് ആണ്. സോ ഇതൊക്കെ നമുക്ക് വരുന്നുണ്ട് അല്ലെ. ഇതിൽ നമ്മൾ സാധാരണ കോസ്റ്റ് ഒബ്ജക്റ്റ് നമ്മൾക്ക് എന്തിനാ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുക അല്ലെ. ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുക. അതാണ് കോസ്റ്റ് ഒബ്ജക്റ്റ് സാധാരണഗതിയിൽ അല്ലെ. സാധാരണഗതിയിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ. സോ നിങ്ങൾ പറഞ്ഞേ ഇപ്പൊ മെറ്റീരിയൽസ് തന്നെ നമ്മൾ ഇപ്പൊ എന്തെല്ലാം സാധനങ്ങൾ എന്ന് പറഞ്ഞ വുഡ്, ഗമ്മ്, അയൺ മീൻസ് ആണി, നെയിൽ, അതുപോലെ തന്നെ ആണി അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ പോളിഷിംഗ് പേപ്പർ, കാർപ്പൻറ്റർ, സൂപ്പർവൈസർ, റെന്റ്, ഇലക്ട്രിസിറ്റി, ഡിപ്രീസിയേഷന്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, യെസ്. ഓക്കെ, ഇത്ര എക്സാമ്പിൾസ് എടുത്തു. ഇതിൽ നമ്മൾ ഡയറക്റ്റും ഇൻഡയറക്റ്റും നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്, ഓരോ പ്രൊഡക്റ്റിന്റെ കോസ്റ്റാണ് കണ്ടുപിടിക്കുന്നത് അല്ലെ. ഓരോ പ്രൊഡക്റ്റിന്റെ കോസ്റ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്താ, സാധാരണ ഒരു മാനുഫാക്ചറിംഗ് ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് സാധാരണഗതിയിൽ നമ്മൾ എന്തിന്റെ കോസ്റ്റ് സാധാരണ യൂഷ്വലി നമ്മൾ കണ്ടുപിടിക്കാറ് ഓരോ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് അല്ലേ കണ്ടുപിടിക്കാറ്. അപ്പൊ എന്റെ എക്സാമ്പിൾ എന്താണ്, ഞാൻ എന്തിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ആണ്. സോ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്നുള്ളത് എന്താണ്, ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞേ നമുക്ക് ഇവിടെ വുഡ് നമുക്ക് കറക്റ്റ് പറയാം അല്ലെ. 4 ലെഗ് വേണം. ഒരു ലെഗിന് ഫോർ എക്സാമ്പിൾ ഒരു $50 ആണെങ്കിൽ 4 ലെഗിന് 4 × 50 ഒരു 200 വരും. ടേബിൾ ടോപ്പിന് ഫോർ എക്സാമ്പിൾ ഒരു 300 ആണ് വില എന്ന് വെച്ചോ. അപ്പൊ 200 + 300 അല്ലെ. നമുക്ക് അല്ലെ നോക്കിക്കേ, ഓരോ നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എടുക്കാം. ശ്രദ്ധിച്ചിരിക്കട്ടാ എല്ലാവരും ശ്രദ്ധിക്കേ. ഇപ്പൊ നമുക്കറിയാം അല്ലെ 4 ലെഗ് വേണം അല്ലെ. 4 ലെഗ്. അപ്പൊ ഒരു ലെഗിന് $50 ആണെന്ന് വെച്ചോ. അപ്പൊ 4 ലെഗിന് $50 × 4 അല്ലെ എത്രയാണ്, ഒരു $200 വരും. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അതേപോലെ തന്നെ നമുക്ക് ഒരു ടേബിൾ ടോപ്പ് മീൻസ് 4 ലെഗും ഒരു ടോപ്പ് അല്ലെ. ടേബിൾ ടോപ്പ് ഒരു ഷീറ്റ് ആണ്, ഒരു അല്ലെ വുഡ് കൊണ്ടുള്ള ഒരു ഇത് അല്ലെ. ടേബിൾ ടോപ്പ് സപ്പോസ് ടേബിൾ ടോപ്പിന് ഒരു $300 ആണ് വില എന്ന് വെച്ചോ. സപ്പോസ് ഒരു $300 ആണ് വില.
അപ്പോൾ $300 $200 $500 വരും ഒരു ടേബിൾ ഉണ്ടാക്കാൻ. വുഡ് അല്ലെ, എല്ലാം വുഡ് കൊണ്ടാണ്. ലെഗും അതേപോലെ തന്നെ നമ്മുടെ ടേബിൾ ടോപ്പൊക്കെ വുഡാണ്, ഫുൾ വുഡാണെന്ന് വെച്ചോ. സോ ഒരു $500 വരും എന്ന് വെച്ചോ. ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ? യെസ് ഓർമ്മ പറഞ്ഞേ. യെസ്, ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വുഡാണ് അല്ലെ, ഇതൊക്കെ വുഡാണ്. സോ അപ്പൊ നമുക്ക് വുഡാണ്. അപ്പൊ വുഡ് എന്നുള്ളത് അല്ലെ ഒരു വുഡൻ ടേബിൾ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ വുഡ് എന്നുള്ളത് ഒരു മെറ്റീരിയൽ ആണ്. വുഡ് എന്ന് വെച്ചാൽ ഒരു മെറ്റീരിയൽ ആണ്. അതിൽ തന്നെ ഏത് മെറ്റീരിയൽ ആണ്? ഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. വുഡ് എന്നുള്ളത് എന്ത് മെറ്റീരിയൽ ആണ്? ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് അല്ലെ, ഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. സോ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് മെറ്റീരിയൽ ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നിന് ഇത്ര ഒരു ടേബിൾ ഉണ്ടാക്കാൻ ഒരു $500 വുഡ് വരുമെന്ന് നമുക്ക് അല്ലെ, നമുക്ക് ആദ്യമേ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഈസിലി നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പറയാൻ പറ്റുന്നുണ്ട്, ഈസിലി കണ്ട് പറയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് വുഡിനെ നമ്മൾ ഇവിടെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് നിങ്ങൾ പറഞ്ഞേ പോളിഷിംഗ് പേപ്പർ, പോളിഷ് ചെയ്യുന്ന പേപ്പർ, അതേപോലെ തന്നെ ആണിയൊക്കെ ചിലപ്പോൾ കൂടുതൽ, ചിലതിന് കുറെ സ്ഥലങ്ങളിൽ കംപ്ലൈൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ കുറെ സ്ഥലങ്ങളിൽ ആണി വെക്കേണ്ടി വരും. അത് ഗമ്മ്, പശയൊക്കെ നമുക്ക് ഒന്നിന് ഇത്ര എന്ന് കറക്റ്റ് പറയാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ അല്ലേ, ഒന്നിന് ഇത്ര നമുക്ക് കറക്റ്റ് പറയാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ മെറ്റീരിയൽ തന്നെയാണ്. അപ്പൊ ആ മെറ്റീരിയൽ ഒക്കെ എന്ത് മെറ്റീരിയലാ ഒന്ന് പറഞ്ഞേ? സ്മാൾ മെറ്റീരിയൽസ് ഒക്കെ എന്ത് മെറ്റീരിയൽസ് ആണ്? അതൊക്കെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ആണ്. അതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ആണ്. അപ്പൊ എല്ലാ മെറ്റീരിയൽസും നമുക്ക് ഡയറക്ട്ലി ഈസിലി ട്രേസ് ചെയ്ത് പറയാൻ പറ്റൂല. ചില മെറ്റീരിയൽസ് കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് നമ്മൾ ഇങ്ങനെ അല്ലെ, ചിലതിന് ഇപ്പോൾ പോളിഷിംഗ് പേപ്പർ ഒന്നിന് ഇത്ര എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലത് ഒരു പേപ്പർ കൊണ്ട് തന്നെ കൂടുതൽ പോളിഷ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് ഒരു പേപ്പർ കൊണ്ട് തന്നെ ഒന്ന് മാത്രമേ പോളിഷ് ചെയ്യാൻ പറ്റും. ഡിപ്പെൻസ് ആണ്. ക്ലിയർ? നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചിരിക്കും. സോ അതേപോലെ തന്നെ നെയിൽസ്, അതേപോലെ തന്നെ ഗമ്മൊക്കെ നമുക്ക് കറക്റ്റ് പറയാൻ ബുദ്ധിമുട്ടാണ്. സോ അതൊക്കെ മെറ്റീരിയൽസ് തന്നെയാണ്. പക്ഷെ എന്ത് മെറ്റീരിയൽസ് ആണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ആടാ. എന്ത് മെറ്റീരിയൽസ്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. അപ്പൊ എല്ലാ മെറ്റീരിയൽസും ഡയറക്റ്റ് ആണോ? അല്ല. മെറ്റീരിയൽസ് തന്നെ ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. ഇത് ക്ലിയർ? മനസ്സിലായോ? യെസ്. അതേപോലെ തന്നെ നമുക്ക് ഡെസ്ക് ഉണ്ടാക്കാൻ, ഡെസ്ക് അല്ലേ, നമ്മുടെ ടേബിൾ ആണല്ലോ അല്ലെ. ടേബിൾ ഉണ്ടാക്കാൻ നമുക്ക് കാർപ്പൻറ്റർ അല്ലെ, കാർപ്പൻറ്റർ സാധാരണഗതിയിൽ നമ്മൾ ലാബേഴ്സിന് ഹവർലി ആണ് പൈസ കൊടുക്കാറ്. സാധാരണഗതിയിൽ ലാബേഴ്സിന് ഹവർലി ആണ് നമ്മൾ എന്ത് ചെയ്യാറ്? ചാർജ് ചെയ്യാറ്. പുറത്തൊക്കെ അങ്ങനെയാണ്, ഹവർലി ആണ് നമ്മൾ പൈസ കൊടുക്കാറ്. സോ നമുക്കറിയാം ഒരു 5 hours ആണ് അവൻ വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചോ. എത്ര ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ? 5 hours. ഒരു അവറിന് അവൻ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് ഒരു ഡോളർ ഒരു 200 ആണെന്ന് വെച്ചോ. $200 per hour ആണെന്ന് വെച്ചോ ഫോർ എക്സാമ്പിൾ. അപ്പോൾ 5 hours വർക്ക് ചെയ്യണം ലേബർ, 5 hours വർക്ക് ചെയ്യണം. അതായത് ഒരു ഡെസ്ക് ഉണ്ടാക്കാൻ 5 hours ആണ് വർക്ക് ചെയ്യേണ്ടത്. സപ്പോസ് ഒരു ഡെസ്ക് ഉണ്ടാക്കാൻ, ഡെസ്ക് മീൻസ് ടേബിൾ, ഒരു ടേബിൾ ഉണ്ടാക്കാൻ 5 hours വർക്ക് ചെയ്യണം. ഓൺ ആൻ ആവറേജ് അല്ലെ 5 മണിക്കൂർ കൊണ്ടൊക്കെ ഏകദേശം തീരും. അപ്പോൾ ഒരു അവറിന് 200 ആണ് അവൻ ചാർജ് ചെയ്യുന്നത്. സോ 200 × 5 എന്ന് പറയുമ്പോൾ $1000 എന്ന് വരും അല്ലെ, $1000 എന്ന് പറയും. അപ്പൊ ഒരു ടേബിളിന് $1000 ആണ് നമുക്ക് ലേബർ ചാർജ് വരുന്നത് അല്ലെ. കാർപ്പൻറ്റർ എന്ന് പറയുന്നത്, കാർപ്പൻറ്റർ എന്ന് വെച്ചാൽ നമുക്കറിയാം ലേബർ ആണ് അല്ലെ. ലേബറിൽ തന്നെ നമുക്ക് ഏത് ലേബർ ആണ്? ഡയറക്റ്റ് ലേബർ ആണോ, ഇൻഡയറക്റ്റ് ലേബർ ആണോ? ഡയറക്റ്റ് ലേബർ ആണ്. കാരണം നമുക്ക് അത് ഡയറക്റ്റ്ലി ഒന്നിന് ഇത്ര നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുന്നില്ലേ? ക്ലിയർ? $1000 ഓരോ ടേബിൾ ഉണ്ടാക്കാനും $1000 ഏകദേശം ലേബർ ചാർജ് വരും നമുക്ക് പറയാൻ പറ്റുന്നില്ലേ? അതുകൊണ്ട് തന്നെ അതെന്തായി? ഡയറക്റ്റ് ലേബർ ആയി. അപ്പം പക്ഷെ നേരെ മറിച്ച് നോക്കിക്കേ, സൂപ്പർവൈസർ, ഈ ലാബേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവരൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ഒന്ന് നോക്കുക അല്ലെ. ഒരാള് ഫാക്ടറിത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ ഒരു സൂപ്പർവൈസർ ഉണ്ടെന്ന് വെച്ചാൽ, പ്രൊഡക്ഷൻ സൂപ്പർവൈസർ. സോ സൂപ്പർവൈസർക്ക് കൊടുക്കുന്ന ഒരു 30,000 രൂപ സാലറി കൊടുക്കുന്നു. സൂപ്പർവൈസർക്ക് സപ്പോസ് ഒരു 30,000 രൂപ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? സാലറി കൊടുക്കുന്നുണ്ട്. ആർക്ക്? സൂപ്പർവൈസർക്ക്. നിങ്ങൾ പറഞ്ഞേ ഈ സൂപ്പർവൈസർക്ക് കൊടുക്കുന്ന 30,000 ഓരോ ടേബിളിൽ ഇത്ര നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുമോ? ഇല്ല. അത് ഒരു മാസം മന്ത്ലി ഒരു ചാർജ് കൊടുക്കുന്നതാണ് 30,000. അത് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടി, ഓരോന്നിലോട്ടും ഇത്ര നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കലാണ്. അല്ലാതെ ഒരു ടേബിളിൽ എത്ര എന്നുള്ള കണക്കല്ല. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ നമുക്ക് എന്ത് പറയാം? സൂപ്പർവൈസർ കൊടുക്കുന്നത്, സൂപ്പർവൈസർ മെറ്റീരിയൽ ആണോ ലേബർ ആണോ ഒന്ന് പറഞ്ഞേ? സൂപ്പർവൈസർ മെറ്റീരിയൽ ആണോ ലേബർ ആണോ? പറയടാ. സൂപ്പർവൈസർ എന്ന് വെച്ചാൽ മെറ്റീരിയൽ ആണോ ലേബർ ആണോ? സൂപ്പർവൈസർ എന്ന് വെച്ചാൽ ലേബർ ആണ്. പക്ഷെ ലേബറിൽ ഏത് ലേബർ ആണ്? ഇൻഡയറക്റ്റ് ലേബർ ആണ്. അപ്പൊ മനസ്സിലാക്കുക, മെറ്റീരിയൽസിൽ തന്നെ ഡയറക്റ്റ് മെറ്റീരിയലും ഉണ്ട്, ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഉണ്ട്. ഈസിലി നമുക്ക് ഒന്നിന് ഇത്ര എന്ന് പറയാൻ പറ്റുന്ന ട്രേസബിൾ ഡയറക്റ്റ് മെറ്റീരിയൽസും ഉണ്ട്. കോമൺ ആയിട്ട് ജനറലി നമുക്ക് ഓവറോൾ ആയിട്ട് വരുന്ന മെറ്റീരിയൽസും ഉണ്ട്. ലേബറിലും എന്തുണ്ട്? ഒന്നിന് ഇത്ര, ഓരോ പ്രൊഡക്റ്റിന് ഇത്ര നമുക്ക് ഡയറക്ട്ലി പറയാൻ പറ്റുന്ന, ഡയറക്ട്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്ന ലേബർ ഉണ്ട്. അതിനെയാണ് ഡയറക്റ്റ് ലേബർ എന്ന് വിളിക്കുക. കോമൺ ആയിട്ട് എല്ലാത്തിനും കൂടി ജനറൽ ആയിട്ട് വരുന്ന ലേബർ ഉണ്ട്. അതിനെയാണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് വിളിക്കുക. അപ്പോൾ ലേബറിൽ തന്നെ ഡയറക്റ്റും ഉണ്ട്. നമ്മൾ അല്ല സാറേ, നമ്മുടെ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്താ? ഒരു പ്രൊഡക്റ്റ്, ഓരോ ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ്. സാധാരണഗതിയിൽ ഓരോ ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് തന്നെയാണ് കോസ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരാറുള്ളത് കേട്ടോ. യെസ്. സോ എനിവേ നമ്മുടെ കോസ്റ്റ് ഒബ്ജക്റ്റ് ഓരോ ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, ഈ കേസിൽ മെറ്റീരിയൽസ് തന്നെ ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. ലാബറിൽ തന്നെ ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ഓൾ മെറ്റീരിയൽസ് ആർ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറഞ്ഞാൽ, ഓൾ മെറ്റീരിയൽസ് ആർ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം മെറ്റീരിയൽസിൽ ഡയറക്റ്റ് മെറ്റീരിയലും ഉണ്ട്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസും ഉണ്ട്. അതേപോലെ തന്നെ ഓൾ ലേബേഴ്സ് ആർ ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ തെറ്റാണോ? ട്രൂ ആണോ ഫാൾസ് ആണോ? യെസ്, ഇറ്റ് ഈസ് അല്ലെ.
ഫാൾസ് ആണ്. കാരണം ലാബറിൽ തന്നെ എന്തുണ്ട്, ഡയറക്റ്റ് ലാബറും ഉണ്ട്, ഇൻഡയറക്റ്റ് ലാബറും ഉണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ എവരിബഡി? യെസ്. സോ ജസ്റ്റ് പറഞ്ഞു കേട്ടോ. അപ്പൊ മെറ്റീരിയൽസ് തന്നെ ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്, ലാബറിൽ തന്നെ ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് ലാബറും ഉണ്ട്. ഇതൊന്നും നിങ്ങൾ എഴുതി വെക്കേണ്ടത്, മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. യെസ്. സോ മക്കളെ ഇനി നന്നായി ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമുക്ക് ഡയറക്റ്റ് എന്താ ഇൻഡയറക്റ്റ് എന്താ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? അല്ലെ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? യെസ്. ഇനി നിങ്ങൾ പറഞ്ഞേ, പറ. അപ്പൊ നമുക്ക് ഒരു മാനുഫാക്ചറിങ് ബിസിനസിന്റെ കേസിൽ പിന്നെ നമുക്ക് മാനുഫാക്ചറിങ് മെറ്റീരിയൽസും ലാബർ മാത്രമാണോ? അല്ല, അതർ എക്സ്പെൻസ് ഉണ്ടല്ലോ. ഏതൊക്കെ? നമ്മുടെ റെന്റ്, ഡിപ്രീസിയേഷന്, ഇലക്ട്രിസിറ്റി ബില്ല്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ പിന്നെ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് എന്തായാലും ഇൻഡയറക്റ്റ് ആണ് അല്ലെ. ഇപ്പൊ റെന്റ് ഓരോ ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റിന് ഇത്ര എന്നുള്ള ലെവലിലാണോ? അല്ല, അത് കോമൺ ആയിട്ട് വരുന്നതാണ്. ഇലക്ട്രിസിറ്റി ബില്ല് ഓരോ പ്രൊഡക്റ്റിന് ഇത്ര എന്നാണ് അതൊക്കെ കോമൺ ആയിട്ട് ഒരു മന്ത്ലി ഒരു ബില്ല് വരുന്നല്ലടാ. യെസ്. അതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ ഒക്കെ അങ്ങനെ, അതൊക്കെ ഒരു ഇയറിൽ ഇത്ര എമൗണ്ട് നമ്മൾ ചാർജ് ചെയ്യുന്നതാണ്. അത് ഓരോ പ്രൊഡക്റ്റിന് ഇത്ര എന്നുള്ള ലെവലിലല്ല. അപ്പൊ അതൊന്നും ഡയറക്റ്റ് അല്ല, അതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് ആണ്. അപ്പൊ ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ആണെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് മെറ്റീരിയൽസിൽ ഡയറക്റ്റ് ഉണ്ട്, ലാബറിലും ഡയറക്റ്റ് ഉണ്ട്. അപ്പൊ ഡയറക്റ്റ് കോസ്റ്റ് അഥവാ പ്രൈം കോസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലാബറും ആണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത്രയും മുകളിലുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകും. നിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവണം. ഏതൊക്കെയാ? ഇത് എഴുതിയിട്ടുണ്ടാവണം, ഇതൊക്കെ എഴുതിയിട്ടുണ്ടാവണം. ക്ലിയർ എവരിബഡി? യെസ്. എന്നിട്ട് നിങ്ങൾ എഴുതുക ഇന്ന മാനുഫാക്ചർ. അത് എഴുതി കഴിഞ്ഞതിന് ശേഷം അല്ലെ, വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് നോട്ട് എഴുതി പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാ. യെസ്. സോ നിങ്ങൾ അതിന്റെ താഴെ തന്നെ എഴുതിയാൽ മതി. ഇന്ന മാനുഫാക്ചറിങ് ബിസിനസ് ചെയ്തു, ഇന്ന മാനുഫാക്ചറിങ് ബിസിനസ് അല്ലെ, അത് നിങ്ങൾ താഴെ തന്നെ സെപ്പറേറ്റ് എഴുതിയാലും മതി അല്ലെ. മീൻസ് ഡയറക്റ്റിന്റെയോ ഇൻഡയറക്റ്റിന്റെ അടിയിലൊന്നുമില്ല. മീൻസ് അത് സെപ്പറേറ്റ് നോട്ടായിട്ട് എഴുതിയാൽ മതി, ഒരു പോയിന്റ് ആക്കി എഴുതിയാൽ മതി. ഇന്ന മാനുഫാക്ചറിങ് ബിസിനസ്, മാനുഫാക്ചറിങ് ബിസിനസ് ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ആണെങ്കിൽ എന്താ മാനുഫാക്ചറിങ് ബിസിനസ് എന്ന് വെച്ചാൽ സാധനം വാങ്ങി ഉണ്ടാക്കി വിൽക്കുന്ന ബിസിനസ് അല്ലെ. റീറ്റെയിലിംഗ് അല്ലെങ്കിൽ ട്രേഡിംഗ് ബിസിനസ് ഉണ്ട്. അവന് പിന്നെ മാനുഫാക്ചർ ചെയ്യാൻ നിൽക്കൂല. സാധനം വാങ്ങുന്നു, കുറഞ്ഞ വിലക്ക് വാങ്ങുന്നു, കൂടിയ വിലക്ക് വിൽക്കുന്നു. അതാണ് റീറ്റെയിലിംഗ് ബിസിനസ് അല്ലെങ്കിൽ ട്രേഡിംഗ് ബിസിനസ് അല്ലെങ്കിൽ നോൺ മാനുഫാക്ചറിംഗ് ബിസിനസ് എന്നൊക്കെ പറയും. ഇവിടെ മാനുഫാക്ചറിംഗ് ബിസിനസ് ആണ്. അപ്പൊ മെറ്റീരിയൽസ് വാങ്ങി ഉണ്ടാക്കി വിൽക്കുന്ന ബിസിനസ് ആണ്. ആൻഡ് വേർ കോസ്റ്റ് ഒബ്ജക്റ്റീവ്സ്, the units, individual units, where cost objectives അല്ലെ, individual units producer അല്ലെ, പ്രൊഡ്യൂസർ ആണ് കോസ്റ്റ് ഒബ്ജക്റ്റീവ് എന്നുണ്ടെങ്കിൽ അവരുടെ കേസിൽ. അപ്പൊ അല്ലെ, ഇൻ എ മാനുഫാക്ചറിംഗ് ബിസിനസ് വേർ കോസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഇൻഡിവിജ്വൽ യൂണിറ്റ് പ്രൊഡ്യൂസർ. അപ്പൊ ഇൻഡിവിജ്വൽ യൂണിറ്റ് പ്രൊഡ്യൂസർ ആണ് കോസ്റ്റ് ഒബ്ജക്റ്റീവ്. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഒരു ബിസിനസ്സിലെ അങ്ങനത്തെ കേസിൽ നിങ്ങൾ പറഞ്ഞ ഡയറക്റ്റ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു അല്ലെ, ഡയറക്റ്റ് കോസ്റ്റിനെയാണ് പ്രൈം കോസ്റ്റ് അല്ലെ. ഡയറക്റ്റ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് കോസ്റ്റ് തന്നെയാണ് പ്രൈം കോസ്റ്റ് കേട്ടോ. ഡയറക്റ്റ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ അല്ലെ. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ആണ് ഡയറക്റ്റ് കോസ്റ്റ്. ക്ലിയർ? യെസ്. അപ്പൊ ഒരു മാനുഫാക്ചറിംഗ് ബിസിനസ് ആണ്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ കോസ്റ്റ് ഒബ്ജക്റ്റ്. ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ് പ്രൊഡക്ഷൻ ആണ് നമ്മുടെ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റ് ഏതാന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് മെറ്റീരിയലും അതേപോലെ ഡയറക്റ്റ് ലേബറുമാണ് യൂഷ്വലി നമ്മൾ ഡയറക്റ്റ് കോസ്റ്റുകളായിട്ട് പറയാറുള്ളത്. അതൊക്കെയാ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ആണ് നമ്മൾ എന്ത് ചെയ്യായിട്ട് പറയാറ്? ഡയറക്റ്റ് കോസ്റ്റുകൾ അഥവാ പ്രൈം കോസ്റ്റ് ആയിട്ട് പറയാറുള്ളത്. ബാക്കിയുള്ള ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ആവട്ടെ, ഇൻഡയറക്റ്റ് ലേബർ ആവട്ടെ, അതർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ലൈക്ക് റെന്റ്, ഇലക്ട്രിസിറ്റി, ഡിപ്രീസിയേഷൻ, ഇതൊക്കെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക? ഇൻഡയറക്റ്റ് കോസ്റ്റുകളായിട്ടാണ് ട്രീറ്റ് ചെയ്യുക, അഥവാ ഓവർഹെഡ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ആണ്. ഇത് ഒഴികെയുള്ള ബാക്കിയുള്ള ഏത് സാധനങ്ങളും നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് പരിഗണിക്കുക. ക്ലിയർ? ഏതാണെങ്കിൽ ഒരു മാനുഫാക്ചറിംഗ് ബിസിനസ് ആണ് അല്ലെ, അത് തന്നെ നമ്മുടെ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്താണ്? ഓരോ ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയലിനെയും ഡയറക്റ്റ് ലേബറിനെയും മാത്രമാണ് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് പറയാറുള്ളത്. ബാക്കിയുള്ള എല്ലാ സാധനത്തിനെയും നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റുകളുടെ രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുള്ളത്. ഓക്കെ. അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയലിനെയും ഡയറക്റ്റ് ലേബറിനെയും മാത്രമാണ് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് പരിഗണിക്കാറ്. ഇതല്ലാത്ത ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാറുള്ളത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് കോസ്റ്റ് എന്താണെന്നും ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്താണെന്നും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇസ് ഇറ്റ് ക്ലിയർ ഓൾ ഓഫ് യു? യെസ്. സോ അത് അടിപൊളിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും ഡയറക്റ്റ് എന്താ ഇൻഡയറക്റ്റ് എന്താന്നുള്ളത്. സോ നമുക്ക് സെക്കൻഡ് ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്താണ് നോക്കിക്കേ. അപ്പൊ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ അല്ലെ, ഒരുപാട് രീതികൾ കോസ്റ്റിനെ നമുക്ക് ഒരുപാട് രീതികളിൽ ക്ലാസിഫൈ ചെയ്യടാ. കോസ്റ്റിനെ നമുക്ക് ഒരുപാട് രീതികളിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ദ വെരി ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ്
ട്രേസബിലിറ്റി, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ട്രേസബിലിറ്റി, അതിൽ തന്നെ ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഓക്കെ അല്ലേ? സോ ദ വെരി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ബിഹേവിയർ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് അപ്പൊ എങ്ങനെയാണ് കോസ്റ്റ് ബിഹേവ് ആവുന്നത് എന്ന് അടിസ്ഥാനപ്പെടുത്തിയാണ്. സോ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ബിഹേവിയർ, അത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ്, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ബിഹേവിയർ. സോ ബിഹേവിയർ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ കോസ്റ്റിനെ 3 ആക്കി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതെല്ലാമാണ്? ഒന്ന് വേരിയബിൾ കോസ്റ്റ്, രണ്ടാമത്തത് ഫിക്സ്ഡ് കോസ്റ്റ്, മൂന്നാമത്തത് മിക്സ്ഡ് കോസ്റ്റ്. അപ്പൊ ഏതെല്ലാം എന്ന് പറഞ്ഞേ വേരിയബിൾ കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ്, മിക്സ്ഡ് കോസ്റ്റ് അല്ലേ? എന്താ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? വേരിയബിൾ എന്ന് വെച്ചാൽ വാക്കിൽ തന്നെ ഉണ്ട് അല്ലെ, പ്രൊഡക്ഷൻ അനുസരിച്ച് മാറും, വേരിയബിൾ ചേഞ്ച് ആവുന്ന കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും ചേഞ്ച് ആവില്ല, സെയിം ആയിട്ട് നിൽക്കുന്ന കോസ്റ്റ്. മിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്കാ വേരിയബിളും അല്ല പക്കാ ഫിക്സ്ഡും അല്ല. അപ്പൊ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റിന്റെയും ഫിക്സ്ഡ് കോസ്റ്റും കൂടി രണ്ടും കൂടി കലർന്നതാണ് എന്ത്? മിക്സ്ഡ് കോസ്റ്റ്. അപ്പൊ 3 ടൈപ്സ് ഓഫ് കോസ്റ്റുകൾ ഉണ്ട് ബേസ്ഡ് ഓൺ ബിഹേവിയർ. സോ ബേസ്ഡ് ഓൺ ബിഹേവിയർ കോസ്റ്റിനെ 3 ആക്കി തിരിക്കുന്നുണ്ട്: വേരിയബിൾ കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് മിക്സ്ഡ് കോസ്റ്റ്. ഇനി നിങ്ങൾ പറ, എന്താ വേരിയബിൾ കോസ്റ്റ്? വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ അടിസ്ഥാനപ്പെടുത്തി വേരി ചെയ്യും. പ്രൊഡക്ഷൻ കൂടുമ്പോൾ കൂടും, പ്രൊഡക്ഷൻ കുറയുമ്പോൾ കുറയും. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ആവുന്ന കോസ്റ്റുകളെയാണ് വേരിയബിൾ കോസ്റ്റുകൾ എന്ന് വിളിക്കാം. ഞാൻ നോട്ട്സ് തരാം, നോട്ട്സ് ഒക്കെ തരാം. അപ്പൊ ടൈമിംഗ് നിങ്ങളോട് മനസ്സിലാക്കി വെക്കൂ. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൊഡക്ഷൻ അടിസ്ഥാനപ്പെടുത്തി കോസ്റ്റുകൾ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ആവുന്നുണ്ടെങ്കിൽ ആ കോസ്റ്റുകളെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റുകൾ എന്ന് വിളിക്കാം. സോ പ്രൊഡക്ഷൻ അടിസ്ഥാനപ്പെടുത്തി കോസ്റ്റ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ആകുന്നില്ല, പ്രൊഡക്ഷൻ കൂടിയാലും പ്രൊഡക്ഷൻ കുറഞ്ഞാലൊക്കെ കോസ്റ്റ് സെയിം ആയിട്ട് ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുമെന്നുണ്ടെങ്കിൽ ആ കോസ്റ്റിനെയാണ് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് വിളിക്കുക. ഇനി നമ്മൾ വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും കൂടി കലർന്ന ചില കോസ്റ്റുകൾ ഉണ്ട്. അങ്ങനത്തെ കോസ്റ്റുകളെയാണ് നമ്മൾ മിക്സ്ഡ് കോസ്റ്റുകൾ എന്ന് വിളിക്കുക. ഇസ് ഇറ്റ് ക്ലിയർ ഓൾ ഓഫ് യു? സോ നമുക്ക് ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയെന്ന് പറയാം. ഓക്കെ അല്ലേ മക്കളെ? നല്ല രീതിയിൽ ക്ലാസ് കേൾക്കരേ അല്ലേ? ചില ആളുകൾ ഉണ്ടാവും ക്ലാസ് കേൾക്കുമ്പോൾ ഇങ്ങനെ ഉറങ്ങും അല്ലേ? സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നല്ല രീതിയിൽ ഞാൻ നോക്കിക്ക് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് മക്കളെ ക്ലാസ് എടുക്കുന്നത് അല്ലേ? അല്ലാതെ വെറുതെ ഉറങ്ങി തൂങ്ങിയിട്ടൊക്കെയാണ് ക്ലാസ് എടുക്കുന്നതല്ല. കാരണം എനിക്ക് എന്റെ കുട്ടികൾ നല്ല രീതിയിൽ ക്ലാസ് വാച്ച് ചെയ്യണം, നല്ല എനർജിയിൽ അവർ പഠിക്കണം, നല്ല രീതിയിൽ അല്ലെ ഹൈ മാർക്കോട് കൂടി പാസ് ആവണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ലാസ്റ്റ് ബാച്ച് എന്നാവട്ടെ, അതിന് മുന്നത്തെ ബാച്ച് എന്നൊക്കെ സ്റ്റുഡൻസ് ഈവൻ ഓൾ ഇന്ത്യ ടോപ്പേഴ്സ് വരെ അല്ലെങ്കിൽ ടോപ്പ് മാർക്ക് വരെ അല്ലെങ്കിൽ 460 470 ഒക്കെ സ്കോർ ചെയ്ത സ്റ്റുഡൻസ് നമുക്കുണ്ട്. സോ അതേപോലെ എനിക്ക് നിങ്ങളെയും ഒരു ഹൈ ലെവലിൽ നമ്മൾ പാസ് ആവണം. സോ അതാണ് നമ്മുടെ ഇന്റൻഷൻ. സോ അതിലോട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ അത് നമ്മൾ നേടിയെടുക്കും. നമ്മളെല്ലാവരും ഉണ്ട്. കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ഓക്കെ, യെസ്, നമ്മളെല്ലാവരും ഉണ്ട്. സോ നമുക്ക് പാസ് ആവണം. സോ നല്ല രീതിയിൽ പോസിറ്റീവ് എനർജിയിൽ അല്ലെ നമ്മൾ ക്ലാസ് വാച്ച് ചെയ്യുന്ന ഇടയിൽ നമുക്ക് ബോറടിക്കുന്നുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഉറക്ക് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ടയേർഡ് ആവുകയൊക്കെ ചെയ്യും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, ഒന്ന് പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് മുഖമൊക്കെ കേകി ഫ്രഷ് ആയിട്ട് വീണ്ടും നല്ല എനർജിയിൽ വന്നിട്ട് വീണ്ടും ക്ലാസ് വാച്ച് ചെയ്യുക. ക്ലിയർ? ഇതേപോലെ തന്നെ ചെയ്യേണ്ടത് മക്കളെ. ഇപ്പൊ ഞാനൊക്കെ അങ്ങനെ തന്നെ ചെയ്യാറ്. ചെറിയ ക്ലാസ്സസ് എടുത്ത് നമ്മൾ ടയേർഡ് ആകും, അല്ലെങ്കിൽ നമുക്ക് തന്നെ ബോറടിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മളൊന്ന് പോകുമ്പോൾ റീഫ്രഷ് ആകുമെന്ന് വരും, പെട്ടെന്ന് പോകും. കാരണം ഇത് നമ്മുടെ ജോബാണ്. ക്ലിയർ? ഇതേപോലെ നിങ്ങളെയും റെസ്പോൺസിബിലിറ്റി ആണ് നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളത്. ക്ലിയർ? അപ്പൊ ആ ഒരു എനർജിയിൽ നമുക്ക് മാക്സിമം ഇപ്പൊ നമ്മളെ കൊണ്ട് എന്തുണ്ട്, നമുക്ക് ഒരുപാട് അല്ലെ ദൈവം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് കണ്ണുണ്ട്, കാല് അല്ലെ, നമുക്ക് നല്ല രീതിയിൽ അല്ലെ കേൾക്കാൻ പറ്റുന്നുണ്ട് അതെ, നല്ല രീതിയിൽ കൈകൾ തന്നിട്ടുണ്ട്, കാലുകൾ തന്നിട്ടുണ്ട്, ഒക്കെ നമുക്കുണ്ട്. സോ നമുക്ക് ഇത് അല്ലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ബെസ്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. ക്ലിയർ? നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ക്ലാസ് വാച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അല്ലെ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെയാണ് നിങ്ങൾ ക്ലാസ്സസ് വാച്ച് ചെയ്യുന്നത്, അതും നല്ല രീതിയിൽ ക്ലാസ്സസ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ എല്ലാം ഒരു പോസിറ്റീവ് ആക്കി എടുക്കുക. ക്ലിയർ? എന്നിട്ട് നമ്മൾ അത് നല്ല രീതിയിൽ നമുക്ക് വാച്ച് ചെയ്തിട്ട് പാസ് ആവണം എന്നുള്ളൊരു ഇന്റൻഷനിൽ നിങ്ങൾ പഠിക്കും മക്കളെ, നമുക്ക് പാസ് ആവും. ഓക്കെ, യെസ്. സോ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ്. 3 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഒന്നാമത്തെ അല്ലെ ക്ലാസിഫിക്കേഷൻ പറയാം. ഏതാണ്? വേരിയബിൾ കോസ്റ്റ്. സോ ഗിവ് എ മെയിൻ ഹെഡിങ് വേരിയബിൾ കോസ്റ്റ്. കൊടുത്തില്ലേ? വേരിയബിൾ കോസ്റ്റ് ഒരു മെയിൻ ഹെഡിങ് കൊടുത്ത വേരിയബിൾ കോസ്റ്റ്. സോ വേരിയബിൾ കോസ്റ്റ് എന്നുള്ള വാക്ക് തന്നെ ഉണ്ട്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് ആർ ദ കോസ്റ്റ് ദാറ്റ് വേരീസ് വിത്ത് ദ പ്രൊഡക്ഷൻ. ഓക്കെ, ദാറ്റ് വേരീസ് വിത്ത് ദ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൂടുമ്പോൾ കൂടും, പ്രൊഡക്ഷൻ കുറയുമ്പോൾ കുറയും. അങ്ങനത്തെ കോസ്റ്റുകളെയാണ് വേരിയബിൾ കോസ്റ്റുകൾ എന്ന് വിളിക്കുക. സോ നിങ്ങൾ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ടാകും, വേരിയബിൾ കോസ്റ്റ് എന്ന ഹെഡിങ് കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, യെസ്. ഇനി ഞാനൊരു എക്സാമ്പിളൂടെ പറയാം. ആ എക്സാമ്പിൾ നിങ്ങൾ എഴുതണം കേട്ടോ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരാം, ഒരു എക്സാമ്പിളും തരാം. ആ എക്സാമ്പിൾ നിങ്ങൾ എഴുതണം. ഓക്കെ, എന്ത് കോസ്റ്റ് സാറേ? വേരിയബിൾ കോസ്റ്റ് അല്ലെ. സോ വേരിയബിൾ കോസ്റ്റ് സപ്പോസ് ഇങ്ങോട്ട് നോക്കൂ അല്ലെ. ഞാൻ അതിലോട്ട് അത് പറയുന്നതിന് മുന്നേ ഞാൻ ചിലർക്ക് നമ്പേഴ്സ് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ അത് ആദ്യം ക്ലിയർ ചെയ്ത് തരാം.
നോക്കൂ, നമ്മൾ CMA നമ്മൾ ഡോളർ ആണ് ഡീൽ ചെയ്യുന്നത്. എന്തല്ല അത് ഇവിടെ വേരിയബിൾ ക്വസ്റ്റൻ അണ്ടറിലല്ല കേട്ടോ. അത് നിങ്ങൾക്ക് നോട്ടിന്റെ ബാക്ക് സൈഡിലോ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ കിട്ടണം. എന്നാലേ നമുക്ക് പല നമ്പേഴ്സിനെ കുറിച്ച്, അതായത് നോക്കൂ, നമ്മൾ CMA ഇന്ത്യൻ റുപ്പി അല്ല ഡീൽ ചെയ്യുന്നത്, ഡോളർ ആണ്. ഡോളർ ഇങ്ങനത്തെ ഇന്റർനാഷണൽ കോഴ്സുകളിലൊക്കെ ഡോളേഴ്സ് ആണ് ഡീൽ ചെയ്യുക. ഇനി അതിൽ തന്നെ നമ്മൾ ഇന്ത്യൻ റുപ്പീസിൽ നമുക്കറിയാം ലാക്സ്, അതേപോലെ തന്നെ ക്രോർ അല്ലെ, ലക്ഷം, കോടി എന്നൊക്കെയാണ് ഉപയോഗിക്കുക. ഇവിടെ ലക്ഷം, കോടിയൊന്നുമില്ല. ഇവിടെ 1000 കഴിഞ്ഞാൽ വരുന്നതാണ് മില്യൺ. മില്യൺ കഴിഞ്ഞാൽ വരുന്നതാണ് ബില്യൺ കഴിഞ്ഞാൽ വരുന്നതാണ് ട്രില്യൺ. അങ്ങനെ പോകും. ഓക്കെ, സോ ഇവിടെ ലക്ഷം എന്നോ കോടി എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കത്തില്ല. ക്ലിയർ? അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ ഞാൻ നോട്ടിന്റെ ബാക്ക് സൈഡിൽ ഓഡിയോയിലേക്ക് ജസ്റ്റ് എഴുതി വെച്ചോളൂ. ഇത് നമ്മൾ എല്ലാം ഡോളറിലാണ് ഇതല്ലേ. ഇത് $1. അത് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും $1 ആണെന്ന് അറിയാം. ഇത് ഡോളർ എന്താണ് പറ 10. ഇത് $10. ക്ലിയർ? ഒന്ന് എഴുതി വെക്കട്ടോ. യെസ്, $10. ക്ലിയർ? ഇതൊരു $100. ഇത് $100. ക്ലിയർ? യെസ്. ഇനിയോ ഇത് $1000 അല്ലെ? പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എങ്ങനെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ലാസ്റ്റിൽ നിന്ന് ഓരോ 3 ഡിജിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ കോമറ്റ് പോകണം. ലാസ്റ്റിൽ നിന്ന് ഓരോ 3 ഡിജിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ കോമറ്റ് പോകണം. അപ്പൊ നോക്കിക്കേ, 3 ഡിജിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ കോമറ്റ് പോകണം. ക്ലിയർ? അപ്പൊ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ദാ 1 2 3 ഇവിടെ ഒരു കോമ ഇടണം. ക്ലിയർ? 1 2 3 3 ഡിജിറ്റ്സ് കഴിഞ്ഞ ഒരു കോമ ഇടണം ലാസ്റ്റിൽ. അപ്പൊ ഇവിടെ കോമ ഇടണോ? ഇല്ല, 100ൽ കോമ ഇടേണ്ട ആവശ്യമില്ല. കാരണം 3 ഡിജിറ്റ്സ് കഴിഞ്ഞിട്ട് വേറെ ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ കോമ ഇട്ടാൽ മതി. ഓക്കെ, അപ്പൊ അല്ലെ 1000 ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 ഡിജിറ്റ്സ് കഴിഞ്ഞാൽ ലാസ്റ്റിൽ നിന്ന് 3 ഡിജിറ്റ്സ് കഴിയുമ്പോൾ കോമറ്റ് പോകണം. ഓക്കെ, അപ്പൊ ഇത് ഡോളർ അല്ലെ 1000 എന്ന് വായിക്കും. ക്ലിയർ ഓൾ ഓഫ് യു? യെസ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ജസ്റ്റ് പറഞ്ഞ് അറിയാത്തവരും ഉണ്ടാവും, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. യെസ്, കാരണം നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിലും മീൻസ് അറിയുന്നവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് കേൾക്കുക. ചിലപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും ഒരു ചെറിയ നോളജെങ്കിലും കിട്ടിയാലോ. യെസ്, സോ നോക്കൂ, ഇതെന്താ? ഇത് $10,000. എങ്ങനെ കോമ ഇടുക? 1 2 3 കോമ. അതാ ഇവിടെയാണ് കോമ ഇടുക. $10,000. അപ്പൊ ഇത് 10,000. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അപ്പൊ ഇതോ അല്ലെ 1 2 3 ഇവിടെ ഒരു കോമ ഇടണം അല്ലെ. അപ്പൊ 1000 10,000 ഇത് നമ്മുടെ ഇന്ത്യയിൽ അല്ലെ 1 lakh എന്നാണ് നമ്മൾ ഇന്ത്യയിൽ വായിക്കുക അല്ലെ. ഇന്ത്യയിൽ 1 lakh എന്നാണ് വായിക്കുക. പക്ഷെ ഇവിടെ ലാക്സ് ഇല്ല. ഇവിടെ 1000 10,000. അപ്പുറത്തത് എന്താ? 1000 10,000. അപ്പൊ അടുത്തത് യെസ് 100,000. ഇതിനാണ് നമ്മൾ 100,000 എന്ന് പറയാം. അപ്പൊ 1000 10,000 100,000. 1000 10,000 100,000. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അപ്പൊ അടുത്തതോ ഇതെന്താ? ഇത് 1 2 3 ഇവിടെ ഒരു കോമ ഇടണം. 1 2 3 ഇവിടെ ഒരു കോമ ഇടണം. ഇതെന്താ? 1000 എന്ന് പറയില്ല. 1 10 100 അത്രേ ഉള്ളൂ. 1 10 100 1 10 100. അപ്പൊ ഇത് നമ്മൾ വായിക്കുന്ന പേരാണ് 1 മില്യൺ. എന്ത്? 1 മില്യൺ. അപ്പൊ 1 മില്യൺ. അപ്പൊ അടുത്തതോ ഇതോ 1 2 3 ഇവിടെ ഒരു കോമ. 1 2 3 ഇവിടെ ഒരു കോമ. ഇതിനെന്താ വായിക്കുക? പറ. 1 മില്യൺ അല്ലേ മറ്റേത്? 1 മില്യൺ ആയിരുന്നല്ലേ മറ്റേത്? അപ്പൊ ഇത് 10 മില്യൺ. ഇസ് ഇറ്റ് ക്ലിയർ? 10 മില്യൺ. ഓക്കെ, അപ്പൊ അടുത്തതോ 1 2 3 കോമ 1 2 3 കോമ 1 അല്ലേ. പിന്നെ കോമ ഇടേണ്ട ആവശ്യമില്ല. 3 ഡിജിറ്റ്സ് കഴിഞ്ഞിട്ട് വേറെ ഡിജിറ്റ്സ് നിങ്ങൾ കോമ ഇട്ടാൽ മതി. അപ്പൊ ഇത് എന്താ വായിക്കുക? ഇത് 100 മില്യൺ. ഒന്ന് വായിച്ച് 100 മില്യൺ. ഇസ് ഇറ്റ് ക്ലിയർ? 100 മില്യൺ. അപ്പൊ 1 മില്യൺ 10 മില്യൺ 100 മില്യൺ. ഇനി 1000 മില്യൺ ഉണ്ടാവോ? ഉണ്ടാവില്ല. കാരണം എന്താ? 1 10 100 1 10 100. യെസ്. അപ്പൊ ഇതെന്താ വായിച്ചേ? ഒന്ന് വായിച്ചേ നോക്കിക്കേ. 1 2 3 കോമ 1 2 3 കോമ 1 2 3 കോമ. ഇത് 1 ബില്യൺ. എന്ത്? 1 ബില്യൺ. അപ്പൊ അങ്ങനെ പോകും. ഇനി അടുത്തൊരു 10 ബില്യൺ, പിന്നെ 100 ബില്യൺ, പിന്നെ 1 ട്രില്യൺ അല്ലെ, പിന്നെ 10 ട്രില്യൺ. അങ്ങനെ പോകും. നമുക്ക് ട്രില്യൺ ഒന്നും വരില്ല. മാക്സിമം പോയി ബില്യനാ ചോദിക്കുക. അപ്പൊ തന്നെ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത് ഷോർട്ട് കട്ട് ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി. ഞാൻ എളുപ്പമാർഗം പറഞ്ഞുതരാം. 1000 ആണെങ്കിൽ എന്താ ശരിക്കും എങ്ങനെയാന്ന് പറഞ്ഞേ പറ. 1000 ആണെങ്കിൽ എന്താണെങ്കിൽ എന്ന് പറഞ്ഞേ. 1000 ആണെങ്കിൽ അതില് അല്ലെ 3 കോമ ഉണ്ടാവും. 1000 ആണെങ്കിൽ 3 അല്ലെ 3 സീറോസ് ഉണ്ടാവും. 1000 ആണെങ്കിൽ 3 സീറോസ് ഉണ്ടാകും. മില്യൺ ആണെങ്കിൽ അല്ലെ 6 സീറോസ് ഉണ്ടാകും. 6 സീറോസ് ഉണ്ടാവും അല്ലെ. ബില്യൺ ആണെങ്കിൽ അല്ലെ 9 സീറോസ് ഉണ്ടാകും അല്ലെ. അപ്പൊ ട്രില്യൺ ആണെങ്കിലോ 12 ഉണ്ടാകും. അപ്പൊ 3 6 9 12 15 18 അങ്ങനെ പോകും. ക്ലിയർ? യെസ്. അപ്പൊ നോക്കിയേ, അപ്പൊ 10 ട്രില്യണിൽ എത്ര പൂജ്യംസ് ഉണ്ടാവും എന്ന് പറയാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞോക്കെ. 10 ട്രില്യൺസില് ട്രില്യൺ എന്ന് പറയുമ്പോൾ അറിയാം 1000 മില്യന് ബില്യന് ട്രില്യന്. അപ്പൊ 3 6 9 12 12 എന്ത് ട്രില്യൺ ഉണ്ടാവും. അപ്പൊ 10 ട്രില്യൺ എന്ന് വെച്ചാലോ 13 പൂജ്യങ്ങൾ ഉണ്ടാകും. 13 പൂജ്യം ഉണ്ടാകും അല്ലെ. 13 പൂജ്യം ഉണ്ടാകും. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോ നോക്കിയാൽ 100 ട്രില്യല്ലോ
അപ്പൊ ട്രില്യൺ എന്ന് പറഞ്ഞാൽ 12 പൂജ്യമാണ്. അപ്പൊ 100 ട്രില്യണിൽ ആ 12 പിന്നെ 2 അല്ലെ, 100ന്റെ 2 പൂജ്യം അല്ലെ, അപ്പൊ എത്ര അപ്പോ അല്ലെ 14 സീറോസ് ഉണ്ടാകും, 14 സീറോസ് ഉണ്ടാകും. ഇത് ക്ലിയർ? അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ്. അപ്പൊ ലാക്സ് ഓഫ് ക്രോർസ് നമ്മൾ ഉപയോഗിക്കത്തില്ല കേട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ നോട്ട്ബുക്കിൽ ജസ്റ്റ് ബാക്ക് സൈഡിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാളാം, എന്തെങ്കിലും എപ്പോഴെങ്കിലും ആവശ്യപ്പെടും. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഇനി നമ്പേഴ്സ് ചെയ്തും ഇങ്ങനെ ശീലിക്കണം. ഓക്കെ, ഈ ഒരു രീതിയിൽ 1000 അപ്പൊ അല്ലെ 1000 കഴിഞ്ഞാൽ 10,000 100,000 ആണ്, പിന്നെ മില്യൺ, പിന്നെ 10 മില്യൺ 100 മില്യൺ അങ്ങനെ പോകും അല്ലെ, പിന്നെ 1 ബില്യൺ അങ്ങനെ പോകും. ക്ലിയർ? യെസ്. അപ്പൊ നമ്മള് 200,000 നമ്മൾ ഇത് റൈസ് ചെയ്യണം. ഇത് ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, യെസ്. ഇനി നിങ്ങൾ പറഞ്ഞേ 200,000 നമ്മൾ എങ്ങനെ ചെയ്താ? 200,000 എങ്ങനെ ചെയ്താ? 200,000 നമ്മൾ എങ്ങനെ എഴുതും? 200,000 200,000 ഇതാണ് 200,000. ഇത് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ എങ്ങനെ വായിക്കുക? 2 ലക്ഷം എന്നാ വായിക്കുക. ഇന്ത്യൻ സ്റ്റൈലിൽ 2 ലക്ഷം അല്ലെ. പക്ഷെ നമ്മൾ 200,000 എന്ന് വെച്ചാൽ 2 ലക്ഷം തന്നെയാണ്, പക്ഷെ വായിക്കുന്നത് 200,000 ആയിരിക്കും. ക്ലിയർ? 365,000 എങ്ങനെ എഴുതിയ? 365,000 വളരെ സിമ്പിൾ. 365,000 ക്ലിയർ? യെസ്. സോ എങ്ങനെ എഴുതി പ്രാക്ടീസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ക്ലിയർ? അതുപോലെ സംഭവമൊന്നുമില്ല, എഴുതി പ്രാക്ടീസ് ചെയ്യാട്ടാ. സോ അടുത്തത് നോക്കിയേ. അടുത്ത് നിങ്ങൾ എഴുതിക്കുക നമ്മുടെ ഏത് 2,596,500 എങ്ങനെ എഴുതുക? എങ്ങനെ 2,596,500 അല്ലെ, 2,596,500 ക്ലിയർ? 2,596,500 കണ്ട? ക്ലിയർ? അപ്പൊ ഇതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. നമ്മൾ എഴുതി നമ്മൾ പ്രാക്ടീസ് ആവും. 2-3 ദിവസത്തെ ക്ലാസ് കേട്ട സെറ്റ് ആവും. ഓക്കെ, യെസ്. അപ്പൊ ഇതൊന്ന് അറിഞ്ഞിരിക്കട്ടെ. അപ്പൊ നമ്മൾ ഇനി എപ്പോഴും എന്തിനല്ല നമ്മളെല്ലാം ഡോളറിലാണ് എഴുതുക. അപ്പൊ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ എനിക്ക് മനസ്സിലാവാൻ കേട്ടോ. യെസ്, ഓക്കെ. സോ അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാറേ? എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ അല്ലെ? ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ബിഹേവിയർ ആണ് അല്ലെ? ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ബിഹേവിയർ ആണ്. സോ ബിഹേവിയർ അടിസ്ഥാനപ്പെടുത്തി വേരിയബിൾ കോസ്റ്റുകൾ ഉണ്ട്, ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ മിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്. അതിലിപ്പോ ഫസ്റ്റ് നമ്മൾ പറയുന്നത് വേരിയബിൾ കോസ്റ്റ് ആണ്. സോ വേരിയബിൾ കോസ്റ്റിൽ ഒരു എക്സാമ്പിളിലൂടെയാണ് ഞാൻ വേരിയബിൾ കോസ്റ്റ് പറയുന്നത്. ആ എക്സാമ്പിൾ പറയാനാണ് നമ്മൾ നേരത്തെ പോയത്. ഓക്കെ, സോ എക്സാമ്പിൾ ആണ് പറയാൻ പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ക്ലിയർ? എല്ലാവരും ഇവിടെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കടാ, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കട്ടാ. യെസ്. സോ ഇവിടെ യൂണിറ്റ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ. യൂണിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര യൂണിറ്റ്സ് ഉണ്ടാക്കുന്നു, അതാണ് യൂണിറ്റ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ. യൂണിറ്റ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ. ക്ലിയർ? ഇവിടെ അല്ലെ നമുക്ക് യൂണിറ്റ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ. ഞാൻ ഇവിടെ എടുക്കുന്ന വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. എന്താ പെർ യൂണിറ്റ്? ഒരു യൂണിറ്റിന് വരുന്നതിനെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് വിളിക്കുക. സോ യൂണിറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് യൂണിറ്റ്സ് ഇൻറ്റു വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടൂടാ? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കിട്ടൂലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി. എത്ര യൂണിറ്റ്സ്? ഇപ്പൊ 4 യൂണിറ്റ് ഉണ്ടാക്കുന്നു അല്ലെ. എന്താ പെർ യൂണിറ്റ് എന്ന് വെച്ചാൽ ഒരു യൂണിറ്റിനുള്ളത്. അപ്പൊ 4 യൂണിറ്റ് ഉണ്ടാക്കുന്നു. സോ പെർ യൂണിറ്റ് മീൻസ് ഒരു യൂണിറ്റിന്. അപ്പൊ 4 യൂണിറ്റ് ഉണ്ടാക്കുന്നു. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത് ഫോർ എക്സാമ്പിൾ ഒരു 10 ആണ്. അപ്പൊ 4 × 10 എത്രയാണ്? 40 ആണ്. സോ 40 ആണ് നമ്മുടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വരുന്നത്. അപ്പൊ യൂണിറ്റ്സ് ഇൻറ്റു വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതിനാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുക. സോ ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറയാം, നന്നായി ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഒരു യൂണിറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഒരു യൂണിറ്റ് ഉണ്ടാക്കുന്നു. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത് $10 ആണ്. സോ 1 × 10 എത്രയാണ് മോനെ? $10 ആണ് നമുക്ക് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വരുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. ഇപ്പൊ ഞാൻ 5 യൂണിറ്റ് ഉണ്ടാക്കുന്നു. അപ്പോഴും ഒരു യൂണിറ്റിന് വരുന്ന വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു യൂണിറ്റിന് അപ്പോഴും $10 തന്നെയാണ്. സോ 5 × $10 എത്രയാണ്? $50 ആണ്. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. ഞാനൊരു 30 യൂണിറ്റ് അല്ലെങ്കിൽ വേണ്ട ഒരു 20 യൂണിറ്റ് ഉണ്ടാക്കുന്നു അല്ലെ. 20 യൂണിറ്റ് ഉണ്ടാക്കുന്നു. അപ്പോഴും ഒരു യൂണിറ്റിന് വരുന്ന വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് അപ്പോഴും $10 തന്നെയാണ്. സോ 20 × $10 എത്രയാണ് മോനെ? പറ. ഈ $200 ആണ്. ക്ലിയർ? യെസ്. ഞാനൊരു 50 യൂണിറ്റ്സ് ഉണ്ടാക്കുന്നു. അപ്പോഴും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് $10 തന്നെയാണ്. അപ്പൊ $10 × 50 എത്രയാണ് വരുന്നത്? പറ. $500 ആണ് വരുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഇതാണ് എക്സാമ്പിൾ. ഇതാണ് വേരിയബിൾ കോസ്റ്റ്. ഇങ്ങനത്തെ കോസ്റ്റുകളെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ മനസ്സിലായി. ഒരു കാര്യം നമുക്ക് മനസ്സിലായി. എന്താ കാര്യം മനസ്സിലായതെന്ന് വെച്ചാൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എല്ലാപ്പോഴും സെയിം ആണ്. $10 അല്ലെ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓൾവേസ് റിമെയിൻസ് സെയിം അല്ലെങ്കിൽ ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. എന്ത്? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര യൂണിറ്റ്സ് പ്രൊഡക്ഷൻ കൂടിയാലും പ്രൊഡക്ഷൻ കുറഞ്ഞാലും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിൽ മാറ്റമില്ല. അത് $10 ആണെങ്കിൽ എപ്പോഴും $10 എന്നുള്ള ലെവലിലാണ് പോകുന്നത്. അപ്പൊ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിൽ മാറ്റമില്ല. അത് എപ്പോഴും $10 അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയാലോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് യൂണിറ്റ്സ് 1, 5, 20, 50 അങ്ങനെ കൂടുന്നു. യൂണിറ്റ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി എന്നൊക്കെ വിളിക്കും. യൂണിറ്റ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി എന്നൊക്കെ ഒക്കെ സെയിം തന്നെയാണ്. ആക്ടിവിറ്റി മീൻസ് പ്രൊഡക്ഷൻ അല്ലെ. കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് മോനെ? കൂടുന്നുണ്ട്.
അപ്പൊ യൂണിറ്റ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കൂടുന്നുണ്ട്. അപ്പൊ യൂണിറ്റ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറയുന്നതിനനുസരിച്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. പക്ഷെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എല്ലപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ വേരിയബിൾ കോസ്റ്റിന് എക്സാമ്പിൾ. ഓക്കെ, സോ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഇൻക്രീസ് ആകും, പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഡിക്രീസ് ആകും. പക്ഷെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് റിമെയിൻ സെയിം. ഓക്കെ, സോ ഇങ്ങനത്തെ കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വേരിയബിൾ കോസ്റ്റുകൾ എന്ന് വിളിക്കുക. അപ്പൊ നിങ്ങളൊന്ന് ഈ ഒരു വേരിയബിൾ കോസ്റ്റ് ഹെഡിങ് കൊടുത്തിട്ടുണ്ടാകും. ഹെഡിങ് കൊടുത്തിട്ട് ഈ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. വേരിയബിൾ കോസ്റ്റിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പൊ വേരിയബിൾ കോസ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ആകും. അതേപോലെ പ്രൊഡക്ഷൻ ഡിക്രീസ് ആകുന്നതിനനുസരിച്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന് ഡിക്രീസ് ആകും. പക്ഷേ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എല്ലപ്പോഴും എന്താകും? സെയിം ആയിട്ട് നിൽക്കും. അതാണ് വേരിയബിൾ കോസ്റ്റിന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇസ് ഇറ്റ് ക്ലിയർ ഓൾ ഓഫ് യു? അപ്പൊ വേരിയബിൾ കോസ്റ്റ് കാര്യം സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, സോ ഇത് നിങ്ങൾ എഴുതി, ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ എഴുതി വെക്കണം കേട്ടോ. യെസ്, എഴുതിയിട്ടുണ്ടാവും. ഇനി ഇങ്ങോട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പോയിന്റ്സ് വായിച്ചു നോക്കാം. ഈ പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. അല്ലെ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സംബന്ധം തന്നെയാണ് പറയുന്നത്. ഒരു പോയിന്റ്സ് ആക്കി പറഞ്ഞേ ഉള്ളൂ. ഒന്ന് വായിച്ചു നോക്കിക്കേ. ആസ് ദ പ്രൊഡക്ഷൻ ഇൻക്രീസസ്, as the production level increases, total variable cost will increase, but variable cost per unit will remains unchanged. Unchanged means same ആയിട്ട് നിൽക്കും എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ആകും. പക്ഷെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും സെയിം ആയിട്ട് നിൽക്കും. ഇനി അതേപോലെ തന്നെ നേരത്തെ അല്ലെ ഡിഗ്രീസ് ആവുന്ന കേസ് പറയുന്നുണ്ട്. അല്ലെ, ആസ് ദ പ്രൊഡക്ഷൻ ഡിഗ്രീസസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വിൽ ഡിഗ്രീസ് ബട്ട് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ റിമെയിൻസ് അൺചേഞ്ച്ഡ്. എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിൽ മാറ്റം ഉണ്ടാവത്തില്ല. പക്ഷേ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ കൂടും, പ്രൊഡക്ഷൻ കുറയുമ്പോൾ കുറയും. ഇങ്ങനത്തെ കോസ്റ്റുകളെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റുകൾ എന്ന് വിളിക്കുക. ഇസ് ഇറ്റ് ക്ലിയർ ഓൾ ഓഫ് യു? യെസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഞാൻ നോട്ട് ചെയ്താൽ പറയേണ്ട ആവശ്യമില്ല അല്ലേ? നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. യെസ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന എനിക്കറിയാം. സോ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുക. ഇനി വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫ് ആണ് പറയുന്നത്. എന്ത് എന്ന് പറഞ്ഞേ? വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫ് ആണ് പറയുന്നത്. നന്നായി ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. സോ വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫ് നിങ്ങൾ നോക്കിക്കേ. നമുക്ക് വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫില് ഒന്നിനാ പറയുന്നത് അല്ലെ, ടോട്ടൽ, ഇവിടെ ഇത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫാണ്. ഇത് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിന്റെ ഗ്രാഫാണ്. അപ്പൊ ആദ്യത്തത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫാണ്. ടി ബി സി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അല്ലെ. അപ്പൊ ഇത് എന്തിന്റെ ഗ്രാഫാ? ഇത് ടി ബി സിന്റെ ഗ്രാഫാണ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫാണ്. ഇത് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിന്റെ ഗ്രാഫാണ്. ഒരു യൂണിറ്റ് അല്ല, അതാണ് പെർ യൂണിറ്റ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിന്റെ ഗ്രാഫാണ്. നിങ്ങൾ നോക്കിക്കേ അല്ലെ, ടി ബി സി എങ്ങനെയായിരിക്കും? നമ്പർ ഓഫ് യൂണിറ്റ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ടി ബി സി കൂടും അല്ലെ. ഒരു യൂണിറ്റ്, അപ്പൊ നമ്മൾ നേരത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞില്ലേ, ഒരു യൂണിറ്റ് ആകുമ്പോൾ 1 × 10 10, 5 യൂണിറ്റ് ആകുമ്പോൾ 1 × 5 50. അങ്ങനെ ആൻസർ മീൻസ് 0 യൂണിറ്റ്സ് ആണെങ്കിലോ, 0 യൂണിറ്റ്സ് ആണെങ്കിൽ 0 × 10 എത്രയാ? അടിച്ചാ 0 × 10 എത്രടാ? 0 × 10 എനി നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 0 ഈസ് ഈക്വൽ ടു 0 എന്ന് പഠിച്ചതല്ലേ ചെറിയ ക്ലാസ്സിലെ. സോ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആണ്. അപ്പൊ 0 × എനി നമ്പർ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 0 യൂണിറ്റ്സ് ആണെങ്കിൽ നോക്കിയാൽ 0 യൂണിറ്റ്സ് ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് 0 ആയിരിക്കും. അതുകൊണ്ടാണ് 0 0 ഇവിടുന്ന് സ്റ്റാർട്ട് ഒറിജിൻ അല്ലെ. അതായത് 0 യൂണിറ്റ്സ് ആണെങ്കിൽ കോസ്റ്റ് 0 ആയിരിക്കും. പിന്നെ യൂണിറ്റ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് കോസ്റ്റും എന്ത് ചെയ്യും? ഇങ്ങനെ കൂടും. അപ്പൊ ഗ്രാഫ് അതെങ്ങനെ മുകളിലോട്ട് കയറി പോകും. സോ ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഇതാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫ്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എല്ലപ്പോഴും സെയിം ആയിരിക്കും. അത് ചേഞ്ച് ആവത്തില്ല അല്ലേ? അത് നമുക്ക് അറിയുന്നതല്ലേ. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എല്ലപ്പോഴും സെയിം ആയിരിക്കും, ചേഞ്ച് ആവത്തില്ല. അതുകൊണ്ട് തന്നെയാണ് എത്ര യൂണിറ്റ്സ്, നമ്പർ ഓഫ്, ഇവിടെ എന്താ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് അല്ലെ. നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടിയാലും കുറഞ്ഞാലും എന്തിൽ മാറ്റം ഉണ്ടാവില്ല? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിൽ മാറ്റം ഉണ്ടാവില്ല, എപ്പോഴും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിന്റെ ഗ്രാഫ് അങ്ങനെ വരുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ ഓൾ ഓഫ് യു? ഇപ്പൊ നമ്മൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിന്റെ ഗ്രാഫ് പറഞ്ഞു, ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫ് നമ്മൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എക്സാംസിന് ചോദിക്കുമല്ലേ സാറേ ഗ്രാഫ് ഒക്കെ എക്സാമിന് ചോദിക്കോ? അവിടെ ഗ്രാഫ് ഒക്കെ എക്സാംസിന് നമുക്ക് ഗ്രാഫ് ചോദിക്കാൻ അല്ലെ, ഗ്രാഫ് വരയ്ക്കാനൊന്നും ചോദിക്കൂല. പക്ഷേ ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ എക്സാംസിന് വരാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഒന്നും സ്കിപ്പ് ചെയ്യുന്നില്ല. നമ്മൾ എക്സാംസിന് പോകുന്നതിന് മുന്നേ എല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, എല്ലാം പഠിച്ച് പെർഫെക്റ്റ് ആയിട്ടായിരിക്കണം നമ്മൾ എക്സാംസ് എഴുതേണ്ടത്. ഓക്കെ, സോ നമ്മളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞത് കേട്ടോ. ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, സോ ഇനി അടുത്തത് ഫിക്സഡ് കോസ്റ്റ് ആണ് പറയുന്നത്. പക്ഷെ ഫിക്സഡ് കോസ്റ്റ് പറയുന്നതിന് മുന്നേ വേരിയബിൾ കോസ്റ്റിന് ചില എക്സാമ്പിൾസും കൂടി ഞാൻ പറഞ്ഞുതരാം. എന്തെല്ലാം കോസ്റ്റുകൾ ആണ് വേരിയബിൾ കോസ്റ്റ്, അതും കൂടി ജസ്റ്റ് എഴുതിച്ചാളാം. എക്സാമ്പിൾസ് അല്ലെ, വേരിയബിൾ കോസ്റ്റിന് ചില എക്സാമ്പിൾസ് എന്തെല്ലാമാണ് വേരിയബിൾ കോസ്റ്റ്? മെറ്റീരിയൽ കോസ്റ്റ് വേരിയബിൾ ആട്ടോ. മെറ്റീരിയൽ അല്ലെ, മെറ്റീരിയൽ കോസ്റ്റ്
ക്ലിയർ. അതെന്താ സാറേ മെറ്റീരിയൽ കോസ്റ്റ് വേരിയബിൾ ആയിട്ട് പറയുന്നത്? അതായത് മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താ, കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ യൂണിറ്റ് ഉണ്ടാക്കാൻ കൂടുതൽ മെറ്റീരിയൽ കോസ്റ്റ് വരും. ക്ലിയർ. ഇപ്പൊ നമുക്ക് ഒരു ഡെസ്ക് ഒരു ടേബിൾ ഉണ്ടാക്കാനും 1000 ടേബിൾ ഉണ്ടാക്കാനും മെറ്റീരിയൽ കോസ്റ്റ് സെയിം ആണോ? മെറ്റീരിയൽസ് സെയിം ആണോ? അല്ല. 1000 ടേബിൾ ഉണ്ടാക്കാൻ കൂടുതൽ മെറ്റീരിയൽസ് വേണം അല്ലെ? അപ്പൊ നമുക്കറിയാം കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യണമെങ്കിൽ കൂടുതൽ മെറ്റീരിയൽസ് വേണം. അപ്പൊ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി എന്താണ്? വേരിയബിൾ കോസ്റ്റ് ആണ്. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ നമുക്ക് സാധാരണഗതിയിൽ ലാബറിന് 2 രീതിയിലുണ്ട് അല്ലെ? ലാബറിന് സാധാരണ ഹവർലി ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിലൊക്കെ ഹവർലിയാണ്. യൂഷ്വലി ലാബർ എന്ന് വെച്ചാൽ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് തന്നെയാണ്. കാരണം ലാബേഴ്സിന് നമ്മൾ ഹവർലി ആണ് പൈസ കൊടുക്കാറ്. അപ്പൊ കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യാൻ കൂടുതൽ ഹവേഴ്സ് എടുക്കും. അപ്പൊ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും അല്ലെ? യെസ്. അപ്പൊ ലാബറൊക്കെ യൂഷ്വലി എന്താണ്? വേരിയബിൾ കോസ്റ്റ് ആണ്. ക്ലിയർ. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാഫിനൊക്കെ 2 രീതിയിൽ നമുക്ക് കൊടുക്കാം അല്ലെ? സാലറിയും കൊടുക്കാം, കമ്മീഷനും കൊടുക്കാം. സാലറി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്, ഒരു എമൗണ്ട്. ഒരു 30,000 രൂപ സാലറി അല്ലെങ്കിൽ 40,000 രൂപ സാലറി എന്ന് വെച്ചാൽ അത് ഫിക്സഡ് ആണ്, മാറത്തില്ല. പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും സെയിൽ കൂടിയാലും കുറഞ്ഞാലൊക്കെ സെയിം ആയിരിക്കും. പക്ഷെ കമ്മീഷൻ എന്ന് വെച്ചാൽ ചേഞ്ച് ആകും, വേരിയബിൾ ആണ്. കൂടുതൽ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ചെയ്യുന്നതനുസരിച്ച് കമ്മീഷൻ കൂടും അല്ലെ? സെയിൽസ് ആൻഡ് പ്രൊഡക്ഷൻ കുറയുന്നതനുസരിച്ച് കമ്മീഷൻ കുറയും. സോ കമ്മീഷൻ എന്താണ്? വേരിയബിൾ ആണ്. സോ മെറ്റീരിയൽ കോസ്റ്റ് അതേപോലെ തന്നെ കമ്മീഷൻ ഒക്കെ വേണമെങ്കിൽ നമുക്ക് എന്താക്കി പറയാം? എക്സാമ്പിൾ ആക്കി പറയാം. ജസ്റ്റ് ഒന്ന് എഴുതിച്ചോളൂ. മെറ്റീരിയൽ കോസ്റ്റ്, കമ്മീഷൻ ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. സാലറി ഫിക്സഡ് ആണ്. സാലറി എന്ന് വെച്ചാൽ പിന്നെ പറഞ്ഞ എമൗണ്ടേ കിട്ടുള്ളൂ. പ്രൊഡക്ഷനും സെയിലും കൂടിയാലും കുറഞ്ഞാലും നമുക്കത് കൂടുതലും കുറവും വരില്ല, പറഞ്ഞ എമൗണ്ടേ കിട്ടുള്ളൂ കേട്ടോ. യെസ്. ഓക്കെ. അപ്പൊ ഇതാണ് വേരിയബിൾ കോസ്റ്റ്. അപ്പൊ വേരിയബിൾ കോസ്റ്റ് എന്താ മനസ്സിലായില്ലേ? യെസ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത എന്തിലോട്ട് പോകാം? ഫിക്സഡ് കോസ്റ്റിലോട്ട് പോകാം. അടുത്ത എന്തിലോട്ട് പോകാം എന്ന് പറഞ്ഞാൽ പറ? ഫിക്സഡ് കോസ്റ്റിലോട്ട് പോകാം. അപ്പൊ എന്താ സാറേ ഫിക്സഡ് കോസ്റ്റ്? സാർ പറ. ഫിക്സഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ നോക്കിയേ, ഫിക്സഡ് ആയിട്ട് നിൽക്കും. ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നതിനാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും അല്ലെ നമ്മുടെ കോസ്റ്റിൽ മാറ്റം വരുന്നില്ലെങ്കിൽ ആ കോസ്റ്റ് ആണ് ഫിക്സഡ് കോസ്റ്റ്. അപ്പൊ നന്നായി ശ്രദ്ധിക്കുക. എങ്ങനെ? പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും അല്ലെ കോസ്റ്റിൽ മാറ്റം വരുന്നില്ലെങ്കിൽ ആ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫിക്സഡ് കോസ്റ്റുകൾ എന്ന് വിളിക്കുക. ഒന്നുകൂടി പറ. പ്രൊഡക്ഷൻ കൂടിയാലും പ്രൊഡക്ഷൻ കുറഞ്ഞാലും കോസ്റ്റുകളിൽ മാറ്റം വരുന്നില്ലെങ്കിൽ ആ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കുക. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ആദ്യം ഞാനൊരു എക്സാമ്പിളിലൂടെ കാര്യങ്ങൾ പറയാം. നമ്മുടെ ഒരു ക്ലാസ് റൂം, നമ്മുടെ ഇവിടെ തന്നെ നിങ്ങൾ ആദ്യം ഈ പാരഗ്രാഫ് അല്ല എഴുതേണ്ടത്. ഞാൻ ആദ്യം എക്സാമ്പിൾസ് പറയുന്ന എക്സാമ്പിളാണ് ആദ്യം എഴുതേണ്ടത് കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഒരു യൂണിറ്റ്സ് ഒരു കേസ് നമ്മളൊരു ഓഫ്ലൈൻ ക്ലാസ് ആണെന്ന് വെച്ചാൽ, ഒരു ഓഫ്ലൈൻ ക്ലാസ് ആണ്. സോ നമ്മുടെ ക്ലാസ് റൂം എടുക്കുക. നമ്മുടെ ക്ലാസ് റൂമിൽ മാക്സിമം കപ്പാസിറ്റി 100 സ്റ്റുഡൻസിനാണെന്ന് വെച്ചോ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാണ് അല്ലെ? നമ്മുടെ റെന്റിന്റെ കേസാണ് പറയുന്നത് കേട്ടോ. സോ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് ആണ്. സോ മാക്സിമം നമ്മുടെ ക്ലാസ്സിന്റെ കപ്പാസിറ്റി 100 സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ എങ്ങനെ കുട്ടികൾ ഇരുന്നാലും മാക്സിമം ഇരിക്കാൻ പറ്റുന്നത് 100 സ്റ്റുഡൻസിനാണ്. 101 സ്റ്റുഡൻസ് എങ്ങനെയെങ്കിലും കൊള്ളിക്കാൻ പറ്റുമോ? ഒരു കൊള്ളിക്കാനും പറ്റില്ല. മാക്സിമം കപ്പാസിറ്റി 100 സ്റ്റുഡൻസ് ആണ്. ക്ലിയർ. അപ്പൊ എന്റെ ക്ലാസ് റൂമിന്റെ റെന്റ് $5,000 ആണെന്ന് വെച്ചോ. എന്റെ ക്ലാസ് റൂമിന്റെ റെന്റ് $5,000 ആണ് റെന്റ് വരുന്നത്. $5,000 ആണ് റെന്റ് വരുന്നത്. അപ്പൊ എങ്ങനെ നോക്കാം? ഇപ്പൊ ഞാനിവിടെ നമ്മളിപ്പോ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചോ. അപ്പൊ യൂണിറ്റ്സ് നമുക്ക് സ്റ്റുഡൻസിന് മീൻസ് യൂണിറ്റ്സ് ആക്കി എടുക്കാം. യൂണിറ്റ്സ് അല്ലെ? യൂണിറ്റ്സ്. സോ യൂണിറ്റ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ, സോ ഇവിടെ നമുക്ക് അല്ലെ യൂണിറ്റ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, ഇവിടെ നമുക്ക് TFC. എന്താ TFC? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് അല്ലെ? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. നീ പറ. ഒരു സ്റ്റുഡന്റേ ക്ലാസ്സിലുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഒരു സ്റ്റുഡന്റേ വന്നിട്ടുള്ളൂ. എന്നാലും റെന്റ് എത്ര കൊടുക്കണം? അവിടെ 5,000 അല്ലേ റെന്റ്. അപ്പൊ ഒരു സ്റ്റുഡന്റ് ആണെങ്കിലും റെന്റ് എത്ര കൊടുക്കണം? പറ. ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ വേണ്ട, ഒറ്റ സ്റ്റുഡന്റ് വന്നിട്ടില്ല, എന്നാൽ എത്ര കൊടുക്കണം? 5,000 കൊടുക്കണം. ക്ലിയർ. ബിൽഡിംഗ് ഓണർക്ക് അവിടെ സ്റ്റുഡന്റ് വന്നോ ഇല്ലയോ, ക്ലാസ് നടന്നോ ഇല്ലയോ എന്നൊന്നും അറിയണ്ട അല്ലെ? എഗ്രിമെന്റ് പ്രകാരം എന്ത് ചെയ്യണം? മന്ത്ലി കൃത്യമായിട്ടുള്ള പറഞ്ഞ റെന്റ് എന്തായാലും കൊടുക്കണം. അപ്പൊ 5,000 ആണ് റെന്റ് പറഞ്ഞത്. അപ്പൊ 5,000 എന്തായാലും കൊടുക്കണം. അപ്പൊ ഒരു സ്റ്റുഡന്റ് വന്നാലും നമ്മൾ റെന്റ് എത്ര കൊടുക്കണം മോനെ? പറ. 5,000 കൊടുക്കണം. കൊടുക്കണ്ടേ? യെസ്. അവിടെ ഒരു സ്റ്റുഡന്റ് വന്നാലും നമ്മൾ റെന്റ് 5,000 കൊടുക്കണ്ടേ എന്ന് പറഞ്ഞേ? റെന്റ് 5,000 കൊടുക്കണ്ടേ? കൊടുക്കണം. ഇനി 2 സ്റ്റുഡന്റ് വന്നാലും റെന്റ് നമ്മൾ എത്ര കൊടുക്കണം? പറ. 5,000 കൊടുക്കണം. ഇനി അല്ലെ 5 സ്റ്റുഡന്റ് വന്നാലും റെന്റ് എത്ര കൊടുക്കണം? 5,000 കൊടുക്കണം. ഇനി 10 സ്റ്റുഡന്റ് വന്നാലും റെന്റ് എത്ര കൊടുക്കണം? 5,000 കൊടുക്കണം അല്ലെ? യെസ്. എസ് എന്നാ പറഞ്ഞേ. ഇനി നിങ്ങൾ പറ. 100 സ്റ്റുഡന്റ് വന്നാലും റെന്റ് എത്ര കൊടുക്കണം? പറ. 5,000 കൊടുക്കണം അല്ലെ? ഇനി 101 സ്റ്റുഡന്റ് വന്നാലോ? എടാ 101 സ്റ്റുഡന്റ് വന്നാൽ, ഇനി പറഞ്ഞ 101 സ്റ്റുഡന്റ് വന്നാല് അല്ലെ റെന്റ് എത്രയാ? 101 സ്റ്റുഡന്റ് വന്നാൽ നമുക്കറിയാം നമ്മുടെ ക്ലാസ് റൂമിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറ. 101 നമ്മുടെ ക്ലാസ് റൂമിന്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 100 സ്റ്റുഡൻസ് ആണ്. സോ 101 സ്റ്റുഡന്റ് വന്നാൽ നമ്മുടെ ക്ലാസ്സിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? നീ പറ. 101 സ്റ്റുഡന്റ് വന്നാൽ നമ്മുടെ ക്ലാസ്സിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നമുക്ക് എക്സ്ട്രാ കുറച്ചും കൂടി സ്പേസ് റെന്റിൽ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂം ഒന്നും കൂടി വലുതാക്കേണ്ടി വരും. അപ്പൊ റെന്റ് എന്തായാലും കൂടും. അപ്പൊ എത്ര കൂടും എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 6,000 ആവാം, എന്തായാലും 5,000 കൂടും. 6,000 7,000 8,000 അല്ലെങ്കിൽ 10,000 ഒക്കെ ആവാം.
എന്തായാലും സ്പേസ് കുറച്ചും കൂടി കൂട്ടും, അതിനും കൂടി നമ്മൾ റെന്റ് കൊടുക്കേണ്ടി വരും. അത് എത്രയും നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ എന്തായാലും 101 സ്റ്റുഡൻസ് വന്നാൽ 5000 അല്ല, മോർ ദാൻ 5000 ആണ്. അപ്പൊ എത്രയും നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ നമുക്ക് അത് അറിയില്ല. അപ്പൊ ഒരു കാര്യം നമുക്ക് പറയാം, ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ പറയാം, നിങ്ങൾ ശരിയാണോ തെറ്റാണെന്ന് പറയണേ. ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് എ കോസ്റ്റ് ദാറ്റ് ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ട്രൂ ആണോ ഫാൾസ് ആണോ? നിങ്ങൾ പറ. ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് എ കോസ്റ്റ് ദാറ്റ് ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ട്രൂ ആണോ ഫാൾസ് ആണോ? ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അല്ലെ, 100 സ്റ്റുഡന്റ് വന്നാലും 101 സ്റ്റുഡന്റ് വന്നാലും 200 സ്റ്റുഡൻസ് വന്നാലും 300 സ്റ്റുഡൻസ് വന്നാലും ഒക്കെ 5000 തന്നെ റെന്റ് ആവണം. ശരിയാണോ? അങ്ങനെ ആവുമോ? ഇല്ല. അപ്പൊ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ് അല്ല, കോൺസ്റ്റന്റ് വിത്തിൻ എ റെലവന്റ് റേഞ്ച്. ഒരു റേഞ്ചിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഇപ്പൊ നമ്മുടെ എക്സാമ്പിളില് റേഞ്ച് ഏതാ പറ? 0 to 100 അല്ലെ നമ്മുടെ എക്സാമ്പിൾ റേഞ്ച് അല്ലെ? 0 to 100 ആണ് അല്ലെ? 0 മുതൽ 100 വരെ എത്ര സ്റ്റുഡൻസ് വന്നാലും റെന്റ് എത്ര കൊടുത്താൽ മതി? 5000 ആണ് കൊടുക്കേണ്ടി വരിക. അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ കുറച്ചും കൂടി സ്പേസ് എടുക്കേണ്ടി വരും. അപ്പൊ റെന്റ് കുറച്ചും കൂടി കൂടും. അപ്പൊ 0 to 100 ആണ് നമ്മുടെ റെലവന്റ് റേഞ്ച്. ആ 0 to 100 എത്ര കുട്ടികളാണെങ്കിലും നമ്മുടെ റെന്റ് എത്ര തന്നെയാണ് വരുന്നത്? $5000 ആണ്. ക്ലിയർ? അപ്പൊ ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് എ കോസ്റ്റ് ദാറ്റ് ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് പറയുകയാണെങ്കിൽ അത് ഫാൾസ് ആണ്. അപ്പൊ എങ്ങനെ പറയാൻ പറ്റുള്ളൂ? ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് എ കോസ്റ്റ് ദാറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് വിത്തിൻ എ റെലവന്റ് റേഞ്ച് എന്നേ പറയാൻ പറ്റുള്ളൂ. ഔട്ട് ഓഫ് ദാറ്റ് റെലവന്റ് റേഞ്ച് എന്ത് മാറും? ഫിക്സ്ഡ് കോസ്റ്റുകൾ മാറും. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. വിത്തിൻ എ റെലവന്റ് റേഞ്ച്, നോക്കിക്കേ, വിത്തിൻ എ റെലവന്റ് റേഞ്ച് ഓഫ് പ്രൊഡക്ഷൻ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് അല്ലെ, TFC. എന്താ TFC എന്ന് വെച്ചാൽ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് വിൽ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇനി നോക്കിക്കേ, നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം. ഒന്ന് വായിക്കേ. ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. വാട്ട് യു മീൻ ബൈ പെർ യൂണിറ്റ്? പെർ യൂണിറ്റ് മീൻസ് ഒരു യൂണിറ്റിനെയാണ് പെർ യൂണിറ്റ് എന്ന് വിളിക്കുക. സോ ഈ ഫസ്റ്റ് കേസിൽ നിങ്ങൾ പറഞ്ഞേ അല്ലെ, എങ്ങനെ പറയും? ടോട്ടലും അറിയാം, യൂണിറ്റ്സും അറിയാം. അപ്പൊ പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റും അറിയാം, എത്ര യൂണിറ്റ്സ് ആണെന്നും അറിയാം. അപ്പൊ എങ്ങനെ നമ്മൾ പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക? TFC ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ചെയ്താൽ മതിടാ. TFC ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ചെയ്താൽ മതി. അപ്പൊ നോക്കിക്കേ, 5000 ഡിവൈഡഡ് ബൈ 1 അല്ലെ, എത്രയാണ്? 5000 തന്നെയാണ്. $5000 എല്ലാം ഡോളറിലാട്ടോ. ഡോളർ ഇട്ടിട്ടില്ലെങ്കിൽ അത് ഡോളർ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് എങ്ങനെയാ? 5000 ഡിവൈഡഡ് ബൈ 2. 5000 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 2500. അടുത്തത് 5000 ഡിവൈഡ് ബൈ 5 എത്രയാണ്? 1000. അടുത്തത് 5000 ഡിവൈഡ് ബൈ 10 എത്രയാണ്? 500 അല്ലേ? അടുത്തത് 5000 ഡിവൈഡ് ബൈ 100 എത്രയാണ്? 5000 ഡിവൈഡ് ബൈ 100 എത്രയാണ്? $50 അല്ലേ? യെസ്, 5000 ഡിവൈഡ് ബൈ 100 $50. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴും സെയിം ആണ്. എങ്ങനെ സാറേ? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴും സെയിം ആണ്. ഏത്? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് മാറുന്നില്ല. പക്ഷേ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് മാറുന്നുണ്ട്. എങ്ങനെയാ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് മാറുന്നത്? ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ മാറുന്നത് എന്ന് പറഞ്ഞേ. പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച്, എങ്ങനെ? പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു വരുന്നുണ്ട് അല്ലെ? പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ പ്രൊഡക്ഷൻ കുറയുന്നതിനനുസരിച്ച് ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കൂടിയും പോകും. എങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞേ സാർ, ഒന്ന് പറഞ്ഞേ. ഒന്ന് ഞാൻ പറയാം. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴും സെയിം ആയിരിക്കും. പക്ഷേ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയാം, ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറഞ്ഞു വരും. പ്രൊഡക്ഷൻ കുറയുന്നതിനനുസരിച്ച് ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കൂടിയും പോകും. TFC ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല വിത്തിൻ എ റെലവന്റ് റേഞ്ച്. ഇസ് ഇറ്റ് ക്ലിയർ? അതാണ് പറയുന്നത്. ബട്ട് ഫിക്സ്ഡ് കോസ്റ്റ്, ആ സെന്റൻസ് ബാക്കി നമുക്ക് വായിച്ചു നോക്കാം. നോക്കിയേ. ബട്ട് ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ഡിക്രീസ് ആസ് ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ്. അപ്പൊ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസ് ആകും. ലെവൽ ഓഫ് പ്രൊഡക്ഷൻ നേരെ തിരിച്ചും പറയാട്ടോ. എന്ത്? ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ഇൻക്രീസ് ആസ് ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ് എന്നും പറയാം. നേരെ തിരിച്ചും പറയാം. ഓക്കെ, യെസ്, വൈസ് വേഴ്സ. ക്ലിയർ? യെസ്. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുക. ഫിക്സ്ഡ് കോസ്റ്റിന്റെ കേസിൽ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എല്ലപ്പോഴും എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും. ക്ലിയർ? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എല്ലപ്പോഴും സെയിം ആയിരിക്കും. പക്ഷേ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് കുറയും, പ്രൊഡക്ഷൻ കുറയുന്നതിനനുസരിച്ച് കൂടും. എന്ത്? പെർ യൂണിറ്റ്. ക്ലിയർ? അപ്പൊ നിങ്ങൾ ഈ ഒരു പാരഗ്രാഫ് ചെയ്ത് ഈ ഒരു എക്സാമ്പിളും ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അപ്പൊ കാര്യം മനസ്സിലാവും. ഓക്കെ, യെസ്. സോ കൃത്യമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടെല്ലാം എഴുതി വെക്കണം കേട്ടോ. യെസ്. അപ്പൊ മക്കളെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. വേരിയബിൾ കോസ്റ്റിന്റെ കേസിൽ എങ്ങനെയാ? പെർ യൂണിറ്റ് സെയിം ആയിരിക്കും, പക്ഷെ ടോട്ടൽ മാറും അല്ലെ? അവിടെ വേരിയബിൾ കോസ്റ്റിന്റെ കേസിൽ ഒന്ന് ചിന്തിക്ക്. കൃത്യമായിട്ട് ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. വേരിയബിൾ കോസ്റ്റിന്റെ കേസിൽ പെർ യൂണിറ്റ് സെയിം ആയിരിക്കും, പക്ഷെ ടോട്ടൽ മാറും. ഫിക്സ്ഡ് കോസ്റ്റിന്റെ കേസിൽ ടോട്ടൽ സെയിം ആയിരിക്കും, പക്ഷെ പെർ യൂണിറ്റ് മാറും അല്ലെ? നേരെ തിരിച്ചാലേ. വേരിയബിൾ കോസ്റ്റിന്റെ കേസിൽ പെർ യൂണിറ്റ് സെയിം ആയിരിക്കും, ടോട്ടൽ മാറും.
അല്ലെ ടോട്ടൽ ചേഞ്ച് ആവും. പക്ഷേ ഫിക്സഡ് കോസ്റ്റിന്റെ കേസിൽ ടോട്ടൽ സെയിം ആയിട്ട് നിൽക്കും, പക്ഷെ പെർ യൂണിറ്റുകൾ എന്താകും ചേഞ്ച് ആകും. പെർ യൂണിറ്റ് എങ്ങനെ ചേഞ്ച് ആവുക? പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് പെർ യൂണിറ്റ് കുറഞ്ഞു വരും, പ്രൊഡക്ഷൻ കുറയുന്നതിനനുസരിച്ച് പെർ യൂണിറ്റ് എന്തെയും കൂടി പോകും. ഇസ് ഇറ്റ് ക്ലിയർ ഓൾ ഓഫ് യു? യെസ്. അപ്പൊ ഈ ഐഡിയ ആണ്, ഈ കൺസെപ്റ്റ് ആണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സംഭവം നമുക്ക് നമ്മുടെ CMA കംപ്ലീറ്റ് ആവുന്നത് വരെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ബേസിക്സ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ചോദിക്കും സാർ പാർട്ട് 1 സാറ് സെക്ഷൻ ഡി അല്ലേ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒന്നും ഇല്ലല്ലോ. അതെന്തുകൊണ്ടാണ് സെക്ഷൻ ഡി? കാരണം സെക്ഷൻ ഡിയിലാണ് ഇതുപോലത്തെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും സെക്ഷൻ ഡി ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് കേട്ടോ. യെസ്, അതുകൊണ്ടാണ്. സോ ഇതൊക്കെ അറിഞ്ഞാലേ ബാക്കിയുള്ള സെക്ഷൻസ് നല്ല രീതിയിൽ മനസ്സിലാവുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ വേരിയബിൾ കോസ്റ്റിന്റെ കേസിൽ പെർ യൂണിറ്റ് സെയിം ആയിരിക്കും, ടോട്ടലിൽ മാറ്റങ്ങൾ വരും. ഫിക്സഡ് കോസ്റ്റിന്റെ കേസിൽ ടോട്ടൽ സെയിം ആയിരിക്കും, പക്ഷെ പെർ യൂണിറ്റുകൾ മാറും. ഓക്കെ, യെസ്, ഓക്കെ. ഇനി നമുക്ക് അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഫിക്സഡ് കോസ്റ്റിന്റെ ഗ്രാഫ് നോക്കിക്കുക. നമ്മൾ വേരിയബിൾ കോസ്റ്റ് പഠിച്ച പോലെ തന്നെ ഗ്രാഫ് ഓഫ് ഫിക്സഡ് കോസ്റ്റിന്റെ ഗ്രാഫ് കാണുന്നില്ലേ? യെസ്, നമുക്ക് ചെറുതാവാം. പിന്നെ ഞാൻ വലുതായിട്ടല്ലേ ഉള്ളത്, നമുക്കൊന്ന് ചെറുതാവാം അല്ലെ? യെസ്, ചെറുതായി. യെസ്, ഓക്കെ. സോ നമുക്ക് നോക്കിക്കേ ഗ്രാഫ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് അല്ലെ? ഫിക്സഡ് കോസ്റ്റിന്റെ ഗ്രാഫ് നിങ്ങൾ നോക്കിക്കേ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള എന്താ നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഇവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ്. ഇവിടെ ഇത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന്റെ ഗ്രാഫ് ആണ്. ഇത് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റിന്റെ ഗ്രാഫ് ആണ് അല്ലെ? യെസ്. സോ ഇതെന്താന്ന് പറഞ്ഞേ? TFC. എന്താ TFC? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന്റെ ഗ്രാഫ് ആണ്. ഇതെന്താണ്? ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റിന്റെ ഗ്രാഫ് ആണ്. എന്താ പെർ യൂണിറ്റ് മീൻസ് ഒരു യൂണിറ്റ്. നമുക്കറിയാം അല്ലെ, എപ്പോഴും ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും സെയിം അല്ലേ? ഒരു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും സെയിം ആയിട്ടല്ലേ നിൽക്കുക. അതുകൊണ്ട് TFCന്റെ ഗ്രാഫ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും സെയിം ആയിട്ടാണ് നിൽക്കുക, മാറത്തില്ല. അതുകൊണ്ടാണ് TFCന്റെ ഗ്രാഫ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നത്. ക്ലിയർ? യെസ്. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയാ? പ്രൊഡക്ഷൻ ഇങ്ങനെ കൂടുന്നതനുസരിച്ച് നോക്കിയേ, പ്രൊഡക്ഷൻ ഇങ്ങനെ കൂടുന്നതനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇങ്ങനെ കുറഞ്ഞു വരില്ലേ ചെയ്യുക, ഇങ്ങനെ കുറഞ്ഞു വരില്ലേ ചെയ്യുക. അപ്പൊ എങ്ങനെയായിരിക്കും ഗ്രാഫ് അല്ലെ? പ്രൊഡക്ഷൻ ഇങ്ങനെ കൂടുന്നതനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇങ്ങനെ കുറഞ്ഞു വരും. ഇസ് ഇറ്റ് ക്ലിയർ? ഇങ്ങനെ കുറഞ്ഞു വരും. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. സോ അപ്പൊ എങ്ങനെയായിരിക്കും ഗ്രാഫ്? പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് അങ്ങനെ കുറഞ്ഞു വരും. ഇസ് ഇറ്റ് ക്ലിയർ ഓൾ ഓഫ് യു? യെസ്. ദിസ് ഇസ് ദ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റിന്റെ ഗ്രാഫ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് സെയിം ആയിരിക്കും, പെർ യൂണിറ്റ് ഇങ്ങനെ കുറഞ്ഞു വരും. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. സോ ദിസ് ഇസ് എ ഗ്രാഫ് ഓഫ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ഫിക്സഡ് കോസ്റ്റിന് എക്സാമ്പിൾസ് സാർ എന്ന് പറഞ്ഞേ. ഫിക്സഡ് കോസ്റ്റിന് എക്സാമ്പിൾസ് ജനറൽ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആ പറഞ്ഞത് ഫിക്സഡ് കോസ്റ്റിന് കേട്ടോ. ഒന്ന് എക്സാമ്പിൾസ് കേട്ടോ. ഒന്ന് സാലറി. എല്ലാവർക്കും അറിയില്ല സാലറി എന്ന് വെച്ചാൽ എന്താ? ഫിക്സഡ് ആണ് അല്ലെ? സാലറി എന്ന് പറയുമ്പോൾ ഫിക്സഡ് ആണ്. അപ്പൊ നിങ്ങളൊരു ഡൗട്ട് ചോദിക്കും അല്ലെ, കമ്മീഷൻ എന്താ? കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താണ്? വേരിയബിൾ ആണ്. സാലറി എന്ന് പറയുമ്പോൾ ഫിക്സഡ് ആണ്. ഒരു കമ്മീഷൻ എന്ന് വെച്ചാൽ വേരിയബിൾ ആണ്, സാലറി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ് കേട്ടോ. യെസ്, ഓക്കെ. കാരണം സാലറി എന്ന് പറഞ്ഞാൽ പറഞ്ഞ എമൗണ്ട് അല്ലേ കിട്ടുള്ളൂ. കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താ? സെയിൽസ് പ്രൊഡക്ഷൻ ഒക്കെ കൂടുന്നതനുസരിച്ച് കമ്മീഷൻ കൂടും. പക്ഷെ സാലറി എന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞ എമൗണ്ടേ കിട്ടുള്ളൂ, കൂടുതലും ഉണ്ടാവില്ല, കുറവും ഉണ്ടാവില്ല. ഇസ് ഇറ്റ് ക്ലിയർ ഓൾ ഓഫ് യു? യെസ്. അതേപോലെ തന്നെ റെന്റ്. നമ്മൾ അല്ലെ റെന്റ് അല്ലെ? അതേപോലെ ഒരു എക്സാമ്പിൾ കൂടെ അറിഞ്ഞിരുന്നോ? ഡിപ്രീസിയേഷൻ അല്ലെ? ഡിപ്രീസിയേഷൻ അതും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞേക്കും. ഡിപ്രീസിയേഷൻ അല്ലെ? ഡിപ്രീസിയേഷൻ നമുക്കറിയില്ലേ എന്താ? മെഷീൻസ് ആവട്ടെ, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ആവട്ടെ, അതൊക്കെ ഓരോ ഇയറിലെ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും അല്ലെ? അതിന്റെ വില കുറയുന്നതായിട്ട് കാണിക്കും. അതാണ് ഡിപ്രീസിയേഷൻ. ക്ലിയർ അല്ലെ? അതൊക്കെ ഓരോ ഇയറിൽ ഇത്ര എമൗണ്ട് എന്നാണ്. അത് പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും ഡിപ്രീസിയേഷനിൽ മാറ്റമൊന്നും വരില്ല അല്ലെ? ഡിപ്രീസിയേഷൻ ഓരോ ഇയറിൽ ഇത്ര എമൗണ്ട് നമ്മൾ ചാർജ് ചെയ്യലാണ്. ക്ലിയർ? അത് പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും, പ്രൊഡക്ഷൻ നടന്നാലും നടന്നിട്ടില്ലെങ്കിലൊക്കെ ആ എമൗണ്ട് നമ്മൾ ഓരോ ഇയറിലും സബ്ട്രാക്ട് ചെയ്യും. ക്ലിയർ? യെസ്. അതാണ് ഡിപ്രീസിയേഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആണ് കേട്ടോ. യെസ്, ഓക്കെ. സോ അപ്പൊ സാലറി, റെന്റ്, ഡിപ്രീസിയേഷൻ ഒക്കെയാണ് എക്സാമ്പിൾ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും, അല്ല സാറേ ഞാൻ നിങ്ങളോട് കൺഫ്യൂഷൻ അല്ലെ ഒരു ഡൗട്ട് ചോദിക്കാം. സാലറി ഒരു ആള് ജോബിൽ കയറുമ്പോൾ സാലറി യൂഷ്വലി കുറവായിരിക്കും, കാരണം ഫ്രഷർ ആയിട്ടുള്ള സ്റ്റാർട്ടിങ് അല്ലേ. പിന്നെ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ചാണ് സാലറി ഒക്കെ കൂടുതലാവുക അല്ലേ? യെസ്. അപ്പൊ സാലറി സാറേ വേരിയബിൾ അല്ലേ? ഓരോ ഇയറിലും എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് സാലറി കൂട്ടി കൊടുക്കുമല്ലോ. സാലറി വേരിയബിൾ അല്ലേ? എടാ സാലറി വേരിയബിൾ ആണോ ഫിക്സഡ് ആണോ നോക്കല്? അങ്ങനെ കൂടുന്നുണ്ട് എന്ന് വെച്ചിട്ട് വേരിയബിൾ ആവണമെന്നില്ല. എടാ സാലറി കൂടുന്നുണ്ടെന്ന് വെച്ചിട്ട് വേരിയബിൾ ആവണം. നിങ്ങൾ നോക്കേണ്ടത് പ്രൊഡക്ഷൻ വിത്ത് റെസ്പെക്ട് ടു പ്രൊഡക്ഷൻ. അതാണ് വിത്ത് റെസ്പെക്ട് ടു പ്രൊഡക്ഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കൂടുന്നത്. സാലറി കൂടുന്നത് അവന്റെ എക്സ്പീരിയൻസ് കൂടുമ്പോൾ കൂടാം, അവന്റെ ക്വാളിഫിക്കേഷൻ കൂടുമ്പോഴൊക്കെ സാലറി കൂടും. അല്ലാതെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ആയതുകൊണ്ടല്ല സാലറി കൂടുന്നത്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് അറിയാം? വിത്ത് റെസ്പെക്ട് ടു പ്രൊഡക്ഷൻ ആണ്. ക്ലിയർ? അപ്പൊ നമുക്ക് ഇവിടെ സാലറി കൂടാൻ കാരണം അവന്റെ എക്സ്പീരിയൻസ് കൂടിയത് കൊണ്ടാവാം, അവന്റെ ക്വാളിഫിക്കേഷൻ കൂടിയത് കൊണ്ടാവാം, അവന്റെ സ്കില്ല് കൂടിയത് കൊണ്ടൊക്കെ ആവാം അല്ലെ? അല്ലാതെ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് കൂടിയത് കൊണ്ടല്ല. പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് കൂടിയത് കൊണ്ട് സാലറി കൂടുന്നുണ്ടെങ്കിൽ ആ സാലറി നമുക്ക് വേരിയബിൾ ആയിട്ട് പരിഗണിക്കാം. ഇവിടെ നമുക്ക് എന്താണ്? എക്സ്പീരിയൻസ് കൂടുമ്പോഴേക്കാണ് സാലറി കൂടുക അല്ലെ? അല്ലാതെ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് കൂടുമ്പോൾ ഒരിക്കലും സാലറി കൂട്ടൂല. സോ സാലറി എന്താണ്? ഫിക്സഡ് തന്നെയാണ്, വേരിയബിൾ അല്ല. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയിട്ട് എന്ത് ചെയ്യരുത്? ചേഞ്ച് ആവുന്നുണ്ട് അപ്പൊ അത് വേരിയബിൾ ആണ്. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് കേട്ടോ. ചേഞ്ച് ആവുന്നുണ്ടെന്ന് വെച്ചിട്ട് വേരിയബിൾ ആവണമെന്നില്ല.
പ്രൊഡക്ഷൻ അനുസരിച്ച് ചേഞ്ച് ആവുന്നുണ്ടെങ്കിലാണ് വേരിയബിൾ ആവുക. അതായത് പ്രൊഡക്ഷൻ കൂടുമ്പോൾ കൂടണം, പ്രൊഡക്ഷൻ കുറയുമ്പോൾ കുറയണം, എങ്കിലേ അത് വേരിയബിൾ ആവുള്ളൂ. ക്ലിയർ? യെസ്. ഇനി ചേഞ്ച് ആവുന്നുണ്ട് എന്ന് വെച്ചിട്ട് വേരിയബിൾ ആവണം എന്നില്ല. ഇസ് ഇറ്റ് ക്ലിയർ എവരിബഡി? യെസ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു പ്രൊഡക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ എല്ലാ കോസ്റ്റും ചേഞ്ച് ആവുന്നുണ്ടല്ലോ. ഇപ്പൊ റെന്റ്, ഒരു ബിൽഡിങ്ങിന് 10 കൊല്ലം മുന്നേ വാങ്ങിയ റെന്റ് ആണോ ഇപ്പൊ വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിന് 10 വർഷം മുന്നേ വാങ്ങിയ റെന്റ് ആകുമോ ഇപ്പൊ വാങ്ങുന്നതല്ല. ഓരോ ഇയറിലും ഒരു പെർസെന്റേജ് വെച്ചിട്ട് കൂട്ടും, ബിൽഡിംഗ് ഓണർ കൂട്ടും. അപ്പൊ റെന്റ് എന്താ വേരിയബിളാ? അല്ല, റെന്റ് ഫിക്സ്ഡ് തന്നെയാണ്. അത് ഓരോ ഇയറിൽ അല്ലെ എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നു, അപ്പൊ റെന്റും കൂട്ടുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ പ്രൊഡക്ഷൻ കൂടിയത് കൊണ്ടല്ല റെന്റ് കൂടുന്നത് അല്ലെ. അപ്പൊ റെന്റ്, സാലറി, ഡിപ്രീസിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തെന്നെയാണ്? ഫിക്സ്ഡ് തന്നെയാണ്, എന്തല്ല വേരിയബിൾ അല്ല. ഇസ് ഇറ്റ് ക്ലിയർ? കാരണം അത് കൂടുന്നത് മറ്റുള്ള കാരണങ്ങൾ കൊണ്ടാണ്, അല്ലാതെ പ്രൊഡക്ഷൻ കൂടുന്നത് കൊണ്ടല്ല. പ്രൊഡക്ഷൻ കൂടുന്നത് കൊണ്ട് കൂടുന്നതും കുറയുന്നുണ്ടെങ്കിൽ അതെന്താവുള്ളൂ? വേരിയബിൾ ആവുള്ളൂ, അല്ലെങ്കിൽ അത് ഫിക്സ്ഡ് തന്നെയാണ്. ക്ലിയർ? യെസ്. അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ നമ്മൾ വേരിയബിൾ കോസ്റ്റുകൾ പറഞ്ഞു, ഫിക്സ്ഡ് കോസ്റ്റുകൾ പറഞ്ഞു. ഇനി അടുത്തതാണ് മിക്സ്ഡ് കോസ്റ്റുകൾ അല്ലെ. യെസ് സാർ, അടുത്തതാണ് മിക്സ്ഡ് കോസ്റ്റ്. സോ ഗിവ് എ മെയിൻ ഹെഡിങ് മിക്സ്ഡ് കോസ്റ്റ്. കൊടുത്തില്ലേ? യെസ്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട്സിൽ എഴുതി പോകണം കേട്ടോ. സോ മിക്സ്ഡ് കോസ്റ്റുകൾ നിങ്ങൾ പറ. മിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റിന്റെയും രണ്ടിന്റെയും കോമ്പിനേഷൻസിനെ വിളിക്കുന്ന പേരാണ് മിക്സ്ഡ് കോസ്റ്റുകൾ അല്ലെ. സോ മിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വേരിയബിൾ കോസ്റ്റിന്റെയും ഫിക്സ്ഡ് കോസ്റ്റിന്റെയും കോമ്പിനേഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? രണ്ടും കൂടി കൂടിയത്. രണ്ടും കൂടി ചില കോസ്റ്റുകളിൽ ചില കോസ്റ്റ് പക്ക വേരിയബിൾ ആയിരിക്കില്ല, എന്നാലും പക്ക ഫിക്സ്ഡും ആയിരിക്കില്ല. അപ്പൊ രണ്ടിന്റെയും കൂടി കോമ്പിനേഷൻ, അപ്പൊ രണ്ടും കൂടി കൂടിയതിനെ വിളിക്കുന്ന പേരാണ്. ചില കോസ്റ്റുകൾ രണ്ടിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ കോസ്റ്റുകൾ വിളിക്കുന്ന പേരാണ് മിക്സ്ഡ് കോസ്റ്റുകൾ. സോ മിക്സ്ഡ് കോസ്റ്റ് ഹാവ് ബോത്ത് ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കോമ്പോണന്റ്. ഈ മിക്സ്ഡ് കോസ്റ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്. സെമി വേരിയബിൾ കോസ്റ്റും ഉണ്ട്, സെമി ഫിക്സ്ഡ് കോസ്റ്റും ഉണ്ട്. സോ മിക്സ്ഡ് കോസ്റ്റിൽ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. സെമി വേരിയബിൾ കോസ്റ്റും ഉണ്ട്, സെമി ഫിക്സ്ഡ് കോസ്റ്റും ഉണ്ട്. ഇനി എന്താന്ന് ഓരോന്നും പറയട്ടാ. സോ മിക്സ്ഡ് കോസ്റ്റ് ഈസ് ടു ടൈപ്പ്, ദാറ്റ് ഈസ് സെമി വേരിയബിൾ കോസ്റ്റ് ആൻഡ് സെമി ഫിക്സ്ഡ് കോസ്റ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ഇതിനെ കുറിച്ച് പറയാം മക്കളെ. സെമി വേരിയബിൾ കോസ്റ്റ് എന്താന്ന് പറയാം. ഓക്കെ, സെമി വേരിയബിൾ കോസ്റ്റ്. അപ്പൊ ആദ്യം ഞാൻ പറയുന്നത് സെമി വേരിയബിൾ കോസ്റ്റ് എന്താന്നുള്ളതാണ്. സോ ഗിവ് ഹെഡിങ് സെമി വേരിയബിൾ കോസ്റ്റ്. യെസ് അല്ലെ, സെമി വേരിയബിൾ കോസ്റ്റ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ എന്താ സെമി വേരിയബിൾ കോസ്റ്റ്? സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട കുട്ടികൾ അല്ലെ. എന്താ സെമി വേരിയബിൾ കോസ്റ്റ്? സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് എന്തായാലും കൊടുക്കണം. ഒരു ബേസിക് എമൗണ്ട് ഉണ്ടാക്കും, ഒരു ബേസിക് എമൗണ്ട് ഉണ്ടാക്കും. പ്ലസ് അതിന് പുറമെ എന്തുണ്ടാകും? ഓരോ യൂണിറ്റ്സിനനുസരിച്ച് ഒരു കൂടുന്ന ഒരു എമൗണ്ട് ഉണ്ടാകും. അതിനാണ് നമ്മൾ വിളിക്കുക സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുക. സപ്പോസ് ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ ഒരു ബേസിക് സാലറി ഉണ്ട്. ഒരു ബേസിക് സാലറി സപ്പോസ് ഒരു 20,000 രൂപ ബേസിക് സാലറി ഉണ്ടെന്ന് വെച്ചോ. പിന്നെ നമുക്ക് ഓരോ സെയിൽ പിടിക്കുന്നതിനനുസരിച്ചും ഒരു 1000 രൂപ കമ്മീഷൻ ഉണ്ടെന്ന് വെച്ചോ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ 20,000 രൂപ ബേസിക് സാലറി ഉണ്ട്. പിന്നെ ഓരോ സെയിൽസ് ഉണ്ടാക്കുന്നതിനനുസരിച്ചും 1000 രൂപ കമ്മീഷനും ഉണ്ട്. അപ്പൊ എങ്ങനെയാ? 20,000 രൂപ ബേസിക് മസ്റ്റ് ആയിട്ടുള്ള ബേസിക് സാലറി അതെന്തായാലും കിട്ടും. പിന്നെ ഓരോ സെയിൽസിനനുസരിച്ച് സെയിൽസിന് ഒരു 1000 കമ്മീഷനും കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് അതാണ്. അപ്പൊ ബേസിക് എമൗണ്ടും ഉണ്ട്, പിന്നെ എന്തുണ്ട്? ബേസിക് എമൗണ്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ് അല്ലെ. 20,000 എന്ന് വെച്ചാൽ ബേസിക് സാലറി ഫിക്സ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ്. പിന്നെ ഓരോ സെയിൽസിനനുസരിച്ച് നിങ്ങൾക്ക് കമ്മീഷൻ ഒരു 1000 കിട്ടും. അപ്പൊ അതെന്താണ്? അപ്പൊ വേരിയബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പൊ വേരിയബിളും ഫിക്സ്ഡും ആയി, വേരിയബിളും ആയതാണ് സെമി വേരിയബിൾ. ക്ലിയർ? അതേപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ അങ്ങനെയല്ലേ, ഒരു ഫിക്സ്ഡ് എമൗണ്ട് എന്തായാലും ഉണ്ടാകും. പിന്നെ യൂസേജിനനുസരിച്ച് ഒരു വേരിയബിൾ എമൗണ്ട് ഉണ്ടാകും. നിങ്ങൾ വീട്ടിൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടേ ഇല്ല എന്ന് വെച്ചോ, ഒരു 2 മാസം ഒരു മാസം നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കാതെ വെച്ചു. അത് നിങ്ങൾ വീട് ഫുൾ അടച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ട്രിപ്പ് പോയി, എന്നാലും നിങ്ങൾക്കൊരു ബില്ല് വരും. ഒരു മിനിമം എമൗണ്ട് എന്തായാലും ബില്ല് വരും. അതായത് ബേസിക് എമൗണ്ട് എന്തായാലും ഉണ്ടാകും. ആ ബേസിക് എമൗണ്ട് ആണ് ഫിക്സ്ഡ് കോസ്റ്റ്. പിന്നെ അതിന്റെ പുറമെ യൂസ് ചെയ്തതിനനുസരിച്ച് കുറച്ച് എക്സ്ട്രാ എമൗണ്ട് കൂടിയിട്ട് വരും. അതാണ് വേരിയബിൾ. ക്ലിയർ? യെസ്. അപ്പോൾ അതാണ്. അതുപോലെ തന്നെ നമ്മുടെ റിക്ഷയിലൊക്കെ അങ്ങനെ, അപ്പൊ നമ്മള് ടാക്സിയിലൊക്കെ അങ്ങനെയല്ലേ, ഒരു മിനിമം എമൗണ്ട് എന്തായാലും ഒരു വാങ്ങും. ക്ലിയർ? പിന്നെ നമ്മൾ കിലോമീറ്റർ അനുസരിച്ച് ഒരു എമൗണ്ട് വാങ്ങും. ക്ലിയർ? യെസ്. സോ അതൊക്കെയാണ് സെമി വേരിയബിൾ. അപ്പൊ സെമി വേരിയബിൾ ഒരു മിനിമം എമൗണ്ട്. അപ്പൊ സെമി വേരിയബിളിന്റെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാവില്ല. ഇവിടെ സെമി വേരിയബിളിന്റെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് 0 എന്നാണോ? ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന 0 എന്നാണോ? അല്ല. ഗ്രാഫ് സ്റ്റാർട്ട് എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു ബേസിക് എമൗണ്ട് കേട്ടാ, മുകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് ഇവിടെ ഇത് കോസ്റ്റ് ഡ്രൈവർ. എന്താ കോസ്റ്റ് ഡ്രൈവറിന്? ഒന്നുകിൽ യൂണിറ്റ്സ് ആവാം. യൂണിറ്റ്സ് അടിസ്ഥാനപ്പെടുത്തിയല്ലേ കോസ്റ്റ്, യൂണിറ്റ്സ്. അപ്പൊ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഈ യൂണിറ്റ്സ് തന്നെയാണ് കോസ്റ്റ് ഡ്രൈവർ അല്ലെ. യൂണിറ്റ്സ് കൂടുമ്പോൾ കോസ്റ്റ് കൂടും. അപ്പൊ ഈ കേസിൽ കോസ്റ്റ് ഡ്രൈവർ എന്താ? യൂണിറ്റ്സ് ആണ്. ഓക്കെ, യെസ് അല്ലെ. ഇവിടെ യൂണിറ്റ്സ് കൂടുമ്പോൾ കോസ്റ്റ് കൂടും. അപ്പൊ ഈ കേസിൽ യൂണിറ്റ്സിന്റെ കോസ്റ്റ് ഡ്രൈവർ എന്താണ്? യൂണിറ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ്. അപ്പൊ ഇനി ഇവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് അഥവാ കോസ്റ്റ് ഡ്രൈവർ. ഓക്കെ, ജസ്റ്റ് എന്തായാലും പ്രശ്നമൊന്നുമില്ല. ഇവിടെ കോസ്റ്റ്. സോ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണോ? നിങ്ങൾ പറ. ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്ന് വെച്ചാൽ ഇവിടെ കിടക്കുന്നതാ. ഇതാണ് 0. ഇവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല. ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് മുകളിൽ നിന്നാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ ബേസിക് എമൗണ്ട് എന്തായാലും വരും. ഇനി നമ്മുടെ യൂണിറ്റ്സ് അല്ലെങ്കിൽ കോസ്റ്റ് ഡ്രൈവർ അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ് 0 ആണെങ്കിലും ആ കോസ്റ്റ് നമുക്ക് എന്തായാലും ഒരു ബേസിക് എമൗണ്ട് എന്തായാലും വരും. അതിന്റെ പുറമെ പിന്നെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് കോസ്റ്റും ഇങ്ങനെ കൂടി പോകും.
നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് കോസ്റ്റും ഇങ്ങനെ കൂടി പോകും. ഇസ് ഇറ്റ് ക്ലിയർ? നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് കോസ്റ്റും ഇങ്ങനെ കൂടി പോകും. അതാണ് ബേസിക് എമൗണ്ട് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ടാണ് ഗ്രാഫ് ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇൻ അഡീഷൻ ടു ദാറ്റ് ബേസിക് എമൗണ്ട് എന്തും വരും, വേരിയബിൾ കോസ്റ്റുകൾ ഇങ്ങനെ വരും. അതുകൊണ്ട് കോസ്റ്റ് ഇങ്ങനെ മുകളിലോട്ട് കയറി പോകും. ഈ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുക. ഒന്ന് പറഞ്ഞേ, സെമി വേരിയബിൾ കോസ്റ്റ്. അപ്പൊ എന്താ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ബേസിക് ആയിട്ടുള്ള എമൗണ്ട് എന്തായാലും ഉണ്ടാകും, അതിന്റെ പുറമെ പിന്നെ അല്ലെ ആക്ടിവിറ്റിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻസ് അനുസരിച്ച് എക്സ്ട്രാ കോസ്റ്റ് കൂടി വരും. ഇലക്ട്രിസിറ്റി ബില്ലിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ പണ്ടൊക്കെ ടെലിഫോൺ ബില്ലൊക്കെ ഉണ്ടായത് ഒരു മിനിമം എമൗണ്ട് എന്തായാലും വരും. പിന്നെ അതിന്റെ പുറമെ നമ്മൾ ഓരോ കോളിന് ഇത്ര എന്നുള്ള എമൗണ്ടും വരും. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്, ഓക്കെ. സോ നമുക്ക് നോക്കാം. ഇറ്റ് ഹാസ് എ ബേസിക് ഫിക്സ്ഡ് എമൗണ്ട്. That must be paid regardless of the amount of activity, or even in the event no activity ഒരു ആക്ടിവിറ്റി ഒരു പ്രൊഡക്ഷൻ നടന്നിട്ടില്ലെങ്കിൽ ആ എമൗണ്ട് കൊടുക്കണം. ആൻഡ് ആഡഡ് ടു ദാറ്റ് ഫിക്സ്ഡ് എമൗണ്ട്, ആ ഫിക്സ്ഡ് എമൗണ്ടിനോട് കൂടെ added to that fixed amount is an amount that varies with the activity. അപ്പൊ അതിനോട് കൂടിയിട്ട് നമുക്ക് പ്രൊഡക്ഷൻ അനുസരിച്ച് കൂടുന്ന ഒരു എമൗണ്ടും വരും. അതാണ് എന്ത്? സെമി വേരിയബിൾ കോസ്റ്റ്. അപ്പൊ എന്താ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് മനസ്സിലായ? ഒരു ബേസിക് ആയിട്ടുള്ള ഫിക്സ്ഡ് എമൗണ്ട് എന്തായാലും ഉണ്ടാകും, അതിന്റെ പുറമെ നമുക്ക് എന്തും കൂടി വരും, വേരിയബിൾ കോസ്റ്റും കൂടി, എക്സ്ട്രാ അങ്ങനെ ഓരോ യൂണിറ്റ് അനുസരിച്ച് ഒരു എമൗണ്ടും വരും. അങ്ങനത്തെ കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുക. അപ്പൊ ബേസിക് ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ടാകും, ഇൻ അഡീഷൻ ടു ദാറ്റ് എന്ത് യൂണിറ്റിനനുസരിച്ച് കൂടുന്ന ഒരു കോസ്റ്റ് ഉണ്ടാകും. അതാണ് സെമി വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ നോട്ട്സ് നിങ്ങൾ എഴുതണം, ഈ ഗ്രാഫ് നിങ്ങൾ വരക്കണം. ഓക്കെ, നിങ്ങളെല്ലാം ചെയ്യണം. യെസ്. സോ നിങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞല്ലേ, പഠിച്ച് മനസ്സിലായി പോകണട്ടോ മക്കളെ. യെസ്. സോ ദാറ്റ് ഈസ് വാട്ട് സെമി വേരിയബിൾ കോസ്റ്റ്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് സെമി ഫിക്സ്ഡ് കോസ്റ്റ്. ഒന്ന് പറഞ്ഞേ, രണ്ടാമത്തെ ടൈപ്പാണ് സെമി ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സെമി ഫിക്സ്ഡ് കോസ്റ്റ്. സോ സെമി ഫിക്സ്ഡ് കോസ്റ്റ് എന്താണെന്നുള്ളതാണ്. സെമി ഫിക്സ്ഡ് കോസ്റ്റ് തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്റ്റെപ്പ് കോസ്റ്റ്. എന്ന് പറഞ്ഞാൽ അവിടെ സെമി ഫിക്സ്ഡ് കോസ്റ്റ് തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്റ്റെപ്പ് കോസ്റ്റ്. ക്ലിയർ? സ്റ്റെപ്പ് കോസ്റ്റ്. അപ്പൊ സെമി ഫിക്സ്ഡ് കോസ്റ്റ് ഓർ അതിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞാല് അല്ലെ. ഇപ്പൊ ഞാൻ ജനറൽ പല രീതിയിൽ എക്സാമ്പിൾ പറയാം. ഞാൻ എക്സാമ്പിൾ പറയാം. നോക്കിക്കേ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ സാലറി വാങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചോ. ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഇങ്ങനെയാണ് സാലറി വാങ്ങുന്നത്. 0 to 10 പേഷ്യൻസ് ആണെങ്കിൽ, അല്ലെ പേഷ്യൻസിന്റെ എണ്ണം 0 to 10 ആണെങ്കിൽ ഡോക്ടറുടെ സാലറി 10,000 രൂപയാണ്. ക്ലിയർ? അതായത് ആ ഒരു മന്തിൽ ഒരു 0 മുതൽ 10 വരെ പേഷ്യൻസിനെയാണ് ആ ഡോക്ടർ ട്രീറ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ സാലറി എത്രയാണ്? 10,000 ആണ്. ഈ 11 മുതൽ 20 വരെ പേഷ്യൻസ് ആണെങ്കിൽ എത്രയാ? 20,000 ആണ് ഡോക്ടർ സാലറി വാങ്ങുക. ഇനി 21 മുതൽ 30 വരെ പേഷ്യൻസ് ആണെങ്കിൽ എത്രയാണ് സാലറി വാങ്ങുക? 30,000 ആണ് സാലറി വാങ്ങുക. ഇത് ക്ലിയർ? ഇനി 31 മുതൽ 40 വരെ പേഷ്യൻസിനെയാണ് നോക്കിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ 40,000 ആണ് സാലറി വാങ്ങുക. സപ്പോസ് ഇങ്ങനെ പോകും. ക്ലിയർ? അപ്പോൾ 1 മുതൽ 0 വരെ ഫിക്സ്ഡ് ആണ്, അല്ലെ? 1 മുതൽ 0 വരെ ഫിക്സ്ഡ് ആണ്, 10,000 രൂപയാണ്. ക്ലിയർ? ഫിക്സ്ഡ് ആണ്. പക്ഷെ പിന്നെ 11 ആയാൽ പെട്ടെന്ന് സഡൻ ജമ്പ് ആവും. പിന്നെ 20,000 എന്നുള്ള സ്ലാബിലോട്ട് കയറും. പിന്നെ 11 മുതൽ 20 വരെ ഫിക്സ്ഡ് ആണ്, 20,000 ആണ് കൊടുക്കേണ്ടത്, ഫിക്സ്ഡ് ആണ്, അല്ലെ? 12 ആണെങ്കിലും 13 ആണെങ്കിലും 14 ആണെങ്കിലും 18 ആണെങ്കിലും 17 ആണെങ്കിലും ഒക്കെ 20,000 തന്നെ കൊടുത്താൽ മതി. ക്ലിയർ? അപ്പൊ 11ന്റെയും 20ന്റെയും ഇടയ്ക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള 20,000 കൊടുക്കേണ്ടതുള്ളൂ. 21 ആയാൽ ജമ്പായി, അടുത്ത ലെവലിലോട്ട് ജമ്പായി, അല്ലെ? 30,000 ആയിട്ട് മാറും. ക്ലിയർ? ഇനി 30 വരെ 30,000 ആണ്. 21ലും 22ലും 23ലും 24ലും 25ലും 26ലും 27ലും 28ലും 29ലും 30 വരെ 30ലൊക്കെ എന്താണ്? 30,000 ആണ്. 31 ആയാൽ വീണ്ടും അടുത്ത സ്ലാബിലോട്ട് കയറും, അടുത്ത ജമ്പാവും, അല്ലെ? എന്താവും? 40,000 ആവും. എന്നിട്ട് 40 വരെ ആവും. അതായത് ആദ്യം 1 മുതൽ 0 വരെ 10,000 ഫിക്സ്ഡ്, പിന്നെ പെട്ടെന്ന് കൂടിയിട്ട്, അല്ലെ, 20,000 ഫിക്സ്ഡ്, പിന്നെ പെട്ടെന്ന് കൂടിയിട്ട് 40,000 ഫിക്സ്ഡ്, അങ്ങനെ പോകും. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അപ്പൊ അതായത് അല്ലെ കുറച്ച് ഫിക്സ്ഡ് ആയിട്ട് നിൽക്കും, പിന്നെ ആ റേഞ്ച് അല്ലെ 1 മുതൽ 10 വരെ ഫിക്സ്ഡ് ആയിട്ട് നിന്നു, പിന്നെ 11 ആയ പെട്ടെന്ന് കൂടി അടുത്തതിലോട്ട് കയറി, പിന്നെ 11 മുതൽ 20 വരെ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കും, പിന്നെ 21 പെട്ടെന്ന് കൂടും അടുത്തതിലോട്ട്, അങ്ങനെ. അപ്പൊ ഫിക്സ്ഡ് കുറച്ചേരം ഫിക്സ്ഡ് ആവുന്നു, പിന്നെ കൂടുന്നു, കുറച്ചേരം ഫിക്സ്ഡ് ആവുന്നു, കൂടുന്നു, കുറച്ചേരം ഫിക്സ്ഡ് ആവുന്നു, കൂടുന്നു, കുറച്ചേരം ഫിക്സ്ഡ് ആവുന്നു, കൂടുന്നു. യെസ്. അപ്പൊ എന്ത് മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഇതൊരു സ്റ്റെപ്പ് പോലെയല്ലേ പോകുന്നത്? ഇവിടെ നോക്കിയാൽ ഇവിടെ വോളിയം, എന്താ വോളിയം എന്ന് വെച്ചാൽ യൂണിറ്റ്സ്, വോളിയം യൂണിറ്റ്സ്, കോസ്റ്റ് ഡ്രൈവർ വോളിയം എന്നൊക്കെ കൊടുക്കാം. ഇവിടെ കോസ്റ്റ് ഡോളറിലാണ്, കോസ്റ്റ് ഡോളറിലാണ്, അല്ലെ? ഡോളറിലോ എന്തിലേലും ആയിക്കോട്ടെ, ഒന്നും അത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, അല്ലെ? കോസ്റ്റ് അല്ലെങ്കിൽ വോളിയം എങ്ങനെയാ ഷേപ്പ് നോക്കിയതാ കണ്ട ഇങ്ങനെ സ്റ്റെപ്പ് പോലെ അങ്ങനെ കയറി പോകും. ക്ലിയർ? അപ്പൊ അതാണ് എന്ത്? സെമി ഫിക്സ്ഡ് കോസ്റ്റ്. അപ്പൊ ഒരു ഫിക്സ്ഡ് ആയിട്ട് നിൽക്കും ഫോർ എ സ്മോൾ റേഞ്ച്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് സഡൻലി ജംപ് ടു ദ നെക്സ്റ്റ് ലെവൽ ആൻഡ് അഗൈൻ റിമെയിൻ കോൺസ്റ്റന്റ് ഫോർ എ സ്മോൾ റേഞ്ച്, ആൻഡ് അഗൈൻ ഇറ്റ് വിൽ ജംപ് ആൻഡ് സോ ഓൺ. അങ്ങനെ
കൂടിപ്പോകും. ഇങ്ങനത്തെ കോസ്റ്റുകളെയാണ് സ്റ്റെപ്പ് കോസ്റ്റുകൾ എന്ന് വിളിക്കുക. അതിന് പ്രാക്ടിക്കലായിട്ട് ഇതുപോലത്തെ എക്സാമ്പിളൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ എക്സാമ്പിൾസ് ഒക്കെ ഉള്ളൂ. ക്ലിയർ? അപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. ഫിക്സ്ഡ് ഫോർ എ ഗിവൺ സ്മാൾ റേഞ്ച് ഓഫ് ആക്ടിവിറ്റി ആൻഡ് above that level of activity the cost suddenly jump to the next level and again remains constant. അങ്ങനെ പോകും. ക്ലിയർ? അങ്ങനത്തെ കോസ്റ്റുകളാണ് സെമി ഫിക്സ്ഡ് കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ മക്കളെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ബിഹേവിയർ ആണ് പറഞ്ഞത്. അതിൽ തന്നെ വേരിയബിൾ കോസ്റ്റ് പറഞ്ഞു, ഫിക്സ്ഡ് കോസ്റ്റ് പറഞ്ഞു, മിക്സ്ഡ് കോസ്റ്റ് പറഞ്ഞു. ക്ലിയർ? യെസ്. മിക്സ്ഡ് കോസ്റ്റിൽ തന്നെ സെമി വേരിയബിളും പറഞ്ഞു, സെമി ഫിക്സ്ഡും പറഞ്ഞു. ഇനി ഇതിൽ കുറച്ച് കാൽക്കുലേഷൻസും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്യാം. അപ്പൊ ഇത്ര എടുത്തത് നല്ല രീതിയിൽ മക്കളെ, നല്ല രീതിയിൽ എന്തെങ്കിലും ജസ്റ്റ് പഠിച്ചു പോകാന്നുള്ളതല്ല. കാരണം ഞാൻ ഇങ്ങനെ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ A to Z കാര്യങ്ങൾ നിങ്ങൾ അറിയണം. എന്നാലും നമുക്ക് നല്ല നല്ല ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ എടുത്തതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എഴുതി പെർഫെക്റ്റ് ആക്കി പഠിച്ച് അടിപൊളിയായിട്ട് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ് വാച്ച് ചെയ്യൂ ട്ടാ. സോ നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മക്കളെ നമുക്ക് പാസ്സാവണ്ടേ? നിങ്ങൾ പറഞ്ഞേ മക്കളെ, പാസ്സാവണ്ടടാ. അപ്പൊ നല്ല രീതിയിൽ പഠിക്കും, നമുക്ക് പാസ്സാവണം. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റിൽ ഒന്നാമത്തായിരുന്നു ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ്, അതായത് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ട്രേസബിലിറ്റി അത് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ബിഹേവിയർ. അതിൽ വേരിയബിൾ കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് മിക്സ്ഡ് കോസ്റ്റ്. ആൻഡ് മിക്സ്ഡ് കോസ്റ്റിൽ രണ്ട് ടൈപ്സ് ഉണ്ട്, സെമി വേരിയബിൾ കോസ്റ്റ് ആൻഡ് സെമി ഫിക്സ്ഡ് കോസ്റ്റ്. സോ ഇനി ഇതിൽ ബാക്കിയുള്ള കുറച്ച് കാൽക്കുലേഷൻസ് കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ പറയാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്യാം. സോ മക്കളെ നല്ല അടിപൊളിയായിട്ട് പഠിക്കട്ടാ. സോ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ അതുവരെ യെസ്.